ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിരൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഈ ന്യൂസ് അനാലിസിസ് സെഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസത്തോളം ആയിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങളുടെ ഒരു പ്രോഗ്രസ് വിലയിരുത്തുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ കറന്റ് ഒരു പത്രം വായിച്ചു കഴിയുമ്പോൾ ന്യൂസുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോരാനായിട്ട് പറ്റുന്നുണ്ടോ? അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട് അല്ലെങ്കിൽ അത് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഇന്നത്തെ പത്രം ഞാനൊരു എക്സാമ്പിൾ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തിരിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരുപാട് ആർട്ടിക്കിളുകളും ഒരുപാട് എഡിറ്റോറിയൽ സെഷൻസുകളും ഇതിൽ ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും നമുക്ക് മനസ്സിലാക്കി പോകണം. ഒരു ദിവസത്തെ പത്രം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിന്റെ ഒരു 85% പ്രോഗ്രസ് ആയിരിക്കും. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുടെ ഒരു 85% റിപ്പീറ്റഡ് ആയിട്ട് അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ വരും. ഓക്കെ ആണോ? സോ നമ്മൾ അതൊരു റിവിഷൻ പ്രോസസ് ആയിട്ട് എടുക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ള ഒരു കാരണം. ഇന്നത്തെ 2 എഡിറ്റോറിയൽ നോക്കി നിങ്ങൾ. ഇന്നിപ്പോ കൾച്ചർ ഓഫ് റിസ്ക് എന്ന് പറയുന്ന ഫസ്റ്റ് എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചിട്ടാണ്? നമ്മളുടെ സ്റ്റാമ്പേഡ്സിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആൾക്കൂട്ടങ്ങൾ തിങ്ങി ഞെരുങ്ങി ഉണ്ടാകുന്ന സ്റ്റാമ്പേഡിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളുടെ എഡിറ്റോറിയൽ പോളിസി വന്നിരിക്കുന്നത്. നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് ആർട്ടിക്കിൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ ഓർത്തിട്ടുണ്ടായിരുന്നോ ഏത് കേസസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മുടെ ബാംഗ്ലൂരുവിലെ നമ്മളുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു സംഘടിപ്പിച്ച ഒരു വിജയാഘോഷ പരിപാടി ഉണ്ടായിരുന്നു. അതിലെ ഒരു 7ഓളം ആളുകൾ മരിക്കുക ചെയ്ത ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. സോ അതിന്റെ ബേസിസിൽ അന്നും ഒരു എഡിറ്റോറിയൽ പോളിസി ഇങ്ങനെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. വീണ്ടും നമ്മളത് റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു പുറപ്പാടിലേക്കാണ്. ഓക്കെ ആണോ? സോ ആ ഒരു ആർട്ടിക്കിൾ നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നോ? ഇങ്ങനെ ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണ് നമ്മളുടെ ഈ കറന്റ് അഫയേഴ്സിന്റെ പ്രിപ്പറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇതൊന്ന് ബ്രീഫായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. നമ്മൾ അന്ന് പറഞ്ഞു ഭാരതീയ ന്യായ സംഹിത. എന്താ പ്രശ്നം? അതായത് ആൾക്കൂട്ടങ്ങൾ കൂടിച്ചേരുന്നിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് ആളുകൾ മരിക്കുകയാണ്. അതിന് ഡിഫറെന്റ് ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. ഒന്ന് ഹ്യൂമൻ റിലേറ്റഡ് ആയിട്ട് ഹ്യൂമൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ ഇൻഫ്രാസ്ട്രക്ചറിന് പ്രോബ്ലംസ് ഉണ്ട്. പഴയ കെട്ടിടങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ദെൻ എന്താണ് കൃത്യമായിട്ടുള്ള ഒരു മെയിൻ്റനൻസ് ഇല്ലാത്ത കെട്ടിടങ്ങളായിരിക്കാം. വേറെ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ അതിന്റെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ഡയറക്ഷനുകൾ കിട്ടാത്ത ഉള്ള വിഷയങ്ങളായിരിക്കും. ഇങ്ങനെയൊക്കെ കൊണ്ടാണ് ഈ സ്റ്റാമ്പേഡുകളും ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ തിങ്ങിഞ്ഞെരുങ്ങി പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത്. പണ്ട് തുടങ്ങി ഇന്ത്യ ഫേസ് ചെയ്യുന്ന ഒരു ബിഗ് പ്രോബ്ലമാണ് ഇതെന്ന് പറയുന്നത്. നമ്മളുടെ ഈ അടുത്തായിട്ട് ഈ 6 മാസങ്ങളിലായിട്ട് 4ഓ 5ഓ സ്റ്റാമ്പേഡുകൾ നടന്നിട്ടുണ്ട്. ദെൻ കുംഭമേള നടക്കുന്ന സമയത്ത് അവിടെയും അവിടത്തെ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിച്ചു. അതുകൂടാണ്ട് നമ്മളുടെ റെയിൽവേ സ്റ്റേഷനിലെ തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഈ പറഞ്ഞ പോയിന്റുകൾ നമ്മൾ എന്താ പറഞ്ഞ അവിടെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഇന്ത്യക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി ഇങ്ങനെ ക്രൗഡ് കൺട്രോളിന്റെ കാര്യത്തിൽ ഇല്ല. അതായത് നാഷണൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോളിസി നമുക്കില്ല. നമ്മൾ പല പോളിസീസിൽ അല്ലെങ്കിൽ പല ലോസിൽ നിന്നും ഇത് ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. ഒന്നാമത് നമ്മൾ പറഞ്ഞു ഭാരതീയ ന്യായ സംഹിത. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 106 ഡെത്ത് ബൈ നെഗ്ലിജൻസിൽ പെടുന്ന ഒരു സംഭവമാണ് എന്ത്? ഈ സ്റ്റാമ്പേഡ് അല്ലെങ്കിൽ നമ്മളുടെ ആൾക്കൂട്ടത്തിന്റെ തിക്കിലും തിരക്കിലും പെട്ടിട്ട് അപകടമുണ്ടാകുന്ന അവസ്ഥ. സോ സെക്ഷൻ 106 കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ അപ്പെക്സ് അതോറിറ്റി, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഡിഫറെന്റ് ഗൈഡ് ലൈൻസ് പല കാലഘട്ടങ്ങളിലായിട്ട് എങ്ങനെയാണ് ആൾക്കൂട്ടങ്ങളെ നിയന്ത്രിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിലാണ് ഈ ഇൻഫ്രാസ്ട്രക്ചറുകൾ മേക്ക് ചെയ്യേണ്ടത്, അതുമായിട്ടുള്ള ഗൈഡ് ലൈൻസ് പലപ്പോഴും പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഇത് കൂടാണ്ട് ഒരു ആക്ടും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട്. അതായത് ഇങ്ങനെയുള്ള ഒരു ആൾക്കൂട്ടങ്ങൾക്ക് അപകടം ഉണ്ടാകുന്ന അവസ്ഥ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കാണ് ലയബിലിറ്റി, ആർക്കാണ് ഉത്തരവാദിത്വം? സർക്കാരിനാണോ, അല്ലെങ്കിൽ അവിടെ പോയ ആളുകൾക്കാണോ? അല്ല, അത് കണ്ടക്ട് ചെയ്ത ആളുകളിലേക്ക് ആ ലയബിലിറ്റി എത്തിക്കുന്നതിനുള്ള ആക്ടാണ് പബ്ലിക് ലയബിലിറ്റി ഇൻഷുറൻസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ 3 കേസ് ലോസ് ഞാൻ നിങ്ങളോട് ഓർക്കണം എന്ന് പറഞ്ഞു. 3 അല്ല, 2 കേസ് ലോസ് ആണ് നിങ്ങളോട് ഓർക്കണം എന്ന് പറഞ്ഞത്. ഒന്ന് 2000-ലെ സുപ്രീം കോടതിയുടെ ഒരു ഡയറക്ഷൻ. നമ്മൾ എന്താ ഈ കേസ് ലോസ് ഇവിടെ ആഡ് ചെയ്യുന്നത്? കാരണം കൃത്യമായിട്ട് നമുക്കൊരു പോളിസി ഇല്ല സ്റ്റാമ്പേഡ്സിനെ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിന്റെ തിക്കിലും തിരക്കിലും പെടുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു നാഷണൽ വൈഡ് ആയിട്ടുള്ള ഒരു പോളിസി ഇല്ല. സോ നമ്മൾ കോർട്ടിന്റെ ഡയറക്ഷൻസിലേക്ക് നോക്കുകയാണ്. കോർട്ടിന്റെ ഡയറക്ഷൻസ് എന്ത് പറഞ്ഞു? സുപ്രീം കോടതിയുടെ
2000-ലെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്, അല്ലെങ്കിൽ 2000-ലെ ഒരു ഡയറക്ഷൻ ഉണ്ട്. എന്താണ്? പബ്ലിക് പ്ലേസുകളിൽ റിലീജിയസ് ഗ്യാതറിങ്സ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഗൈഡ് ലൈൻസുകളുണ്ട്. സോ ആ ഗൈഡ് ലൈൻസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതായത് കൃത്യമായിട്ടുള്ള ഡയറക്ഷനുകൾ കൊടുക്കണം, പിന്നെ എന്താണ്, വാർണിംഗ് അലാമസുകൾ കൊടുക്കണം, ടെലിഫോണിക് കമ്മ്യൂണിക്കേഷനുകളും ഇൻഫോർമേഷനുകളും കൃത്യമായിട്ട് കൊടുക്കണം. അങ്ങനെയുള്ള ഒരു സർക്കാർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവിടെ ഗൈഡ് ലൈൻസ് ആയിട്ട്, ഡയറക്ഷൻസ് ആയിട്ട് സുപ്രീം കോടതി പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മളോട് അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമുണ്ട് ശബരിമല. ശബരിമലയിൽ എന്താ പറ്റിയ 2013 അവിടെ മകരവിളക്ക് കാണാനായിട്ട് വന്ന ഭക്തന്മാര് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചു വീഴുകയാണ്. അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു മലയുടെ മുകളിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മകരവിളക്ക് തെളിയുന്നത് കാണാനായിട്ട് പറ്റും. സോ അങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു 2013. സോ ഇതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻസ് ഉണ്ട്. കൃത്യമായിട്ട് ഇങ്ങനെയുള്ള റിലീജിയൻസ് ഗ്യാതറിംഗിൽ എത്ര പേര്, അവിടെ കപ്പാസിറ്റി എത്രയാണോ ആ കപ്പാസിറ്റിയിലേക്ക് ലിമിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പോട്ട് ബുക്കിങ്ങും അല്ലെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 80,000-ഓളം ആളുകൾ മാത്രമേ ഒരു സമയം മല കയറാൻ പാടുള്ളൂ എന്നുള്ളൊരു കണക്ക് കൂടിയിട്ട്, അതായത് ഒരു ദിവസം 80,000-ഓളം ആളുകൾക്ക് മാത്രമേ ദർശനം കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ഇതിനെ റെസ്ട്രിക്ട് ചെയ്തത് ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റുകളിലൂടെയാണ്. സോ നമ്മൾ ഒരു മെയിൻസ് ആൻസർ റൈറ്റിംഗ് ചെയ്യുമ്പോൾ, ഈവൻ ദോ ഇന്ത്യ ഹാഡ് എ ഗുഡ് പ്ലാൻ ഇൻ മാനേജിംഗ് ഡിസാസ്റ്റർ, ദ സ്റ്റാമ്പേഡ്സ് ഹാപ്പൻ. വാട്ട് വിൽ ബി ദ റീസൺ ഫോർ ദിസ്? ആസ് എ സിവിൽ സർവന്റ്, ഹൗ യു കണ്ടെയ്ൻ ദിസ്? ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ എഴുതും? നമ്മൾ ആദ്യത്തെ ഇതെല്ലാം പറയണം. എന്താണ്? ഭാരതീയ ന്യായ സംഹിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ത്യൻ പീനിയൽ കോഡിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉണ്ട്. നമ്മൾ എന്താണ് കറന്റ് ഉള്ള സിറ്റുവേഷൻ എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്തു. എക്സാമിനേഷന്റെ, മെയിൻസ് എക്സാമിനേഷന്റെ ഒരു പാറ്റേൺ ആണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് പറയണം? നമുക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു നാഷണൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോളിസി ഇല്ല എന്ന് പറയണം. ദെൻ ഡിഫറെന്റ് ഡയറക്ഷൻസ് നമുക്ക് കോർട്ടിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എക്സാമ്പിൾ പറയാം, 2013 ശബരിമല ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ദെൻ ഇതിനോടനുബന്ധിച്ച് തന്നെ ഹരിദ്വാറിൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. ദെൻ 2000 തുടങ്ങി റിലീജിയസ് ഗ്യാതറിംഗിന്റെ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. ദെൻ നമുക്ക് നിയറസ്റ്റ് എക്സാമ്പിൾ പറയാം, നമ്മളുടെ പ്രയാഗ്രാജിൽ ഉണ്ടായിരുന്ന പ്രശ്നം, കുംഭമേളയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പ്രശ്നം, ദെൻ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ. ദെൻ ഒരു ഈ സ്റ്റാമ്പേഡിന്റെ ഏറ്റവും അടുത്ത ഉദാഹരണം നമുക്ക് പറയാൻ പറ്റുന്നത് മുംബൈ ആണ്. മുംബൈയുടെ ട്രെയിനുകളിൽ ഉണ്ടാകുന്ന തിരക്കുകൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് കോട്ട് ചെയ്യാം. ദെൻ ഇതിനെങ്ങനെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റും? നമ്മളെ ആൻസറിന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഒരു നാഷണൽ സ്പെസിഫിക് പോളിസി എന്നതിന് പകരം ഈച്ച് സ്റ്റേറ്റും ഡിഫറന്റ് ആണ്. സോ സ്റ്റേറ്റ് സ്പെസിഫിക് പോളിസീസ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ അണ്ടറിൽ അല്ലെങ്കിൽ സൂപ്പർവിഷനിൽ ഓരോ സ്റ്റേറ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് സ്പെസിഫിക് പോളിസീസ് ക്രിയേറ്റ് ചെയ്യുകയും റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ട് അവർക്ക് അവയർനെസ് കൊടുക്കണം. എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെയുള്ള സ്റ്റാമ്പേഡുകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇല്ലാതാവുകയുള്ളൂ എന്ന് പറഞ്ഞൊന്ന് കൺക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ആൻസർ എൻഡ് ചെയ്യണം. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളുടെ ആൻസറുകളിൽ വരേണ്ട 2 പേരാണ് ശബരിമല ഹൈക്കോടതിയുടെ ഡയറക്ഷൻ, ദെൻ റിലീജിയസ് പബ്ലിക് ഗ്യാതറിംഗ്സ് റിലേറ്റഡ് ആയിട്ട് സുപ്രീം കോടതിയുടെ 2000-ലുള്ള ഡയറക്ഷൻ. ഓക്കെ, ദെൻ സ്വരൺ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ എന്താ പറയുന്നത്? അതായത് ഇതും 2000-ലുള്ള ഒരു കേസാണ്. അതും പറയുന്നത് ഈ പബ്ലിക് ലൈബിലിറ്റി, അതായത് ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം കൊടുക്കേണ്ടത്, സ്റ്റേറ്റിന് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു കേസ് ലോയാണ് ഈ സ്വരൺ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന് പറയുന്ന കേസ് ലോയിൽ വരുന്നത്. ഓക്കെ ആണോ? സോ ഇതുപോലെയുള്ള ആർട്ടിക്കിൾ വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ എഡിറ്റോറിയൽ ഒന്ന് നിങ്ങൾ നോക്കി. രണ്ടാമത്തെ എഡിറ്റോറിയൽ ഇന്നലെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ദ ലെസൺസ് ഫ്രം ദ പാസ്റ്റ്. ദ ചോള ലെഗസി ഇൻക്ലൂഡ്സ് ഗുഡ് ഗവേണൻസ്, നോട്ട് ജസ്റ്റ് ഗ്രാൻഡ് ടെമ്പിൾസ്. ഇതൊരു ക്രിട്ടിക്കൽ ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ്. ഇന്നലെ മിനിയാന്ന് നമ്മളുടെ പ്രധാനമന്ത്രി ആദരണീയ നരേന്ദ്രമോദിജി നമ്മളുടെ തമിഴ്നാട് വിസിറ്റ് ചെയ്യുകയുണ്ടായി. ഗംഗൈ കണ്ട ചോളപുരത്തിലേക്ക് വിസിറ്റ് ചെയ്യുകയുണ്ടായി. അവിടുത്തെ ബൃഹദ്വേശ്വര ടെമ്പിള് വിസിറ്റ് ചെയ്യുന്നു. നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ, പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടല്ലോ. സോ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞു രാജേന്ദ്ര ചോളനെ കുറിച്ചിട്ട് പറഞ്ഞു. രാജേന്ദ്ര ചോളൻ എന്താ പണിതേ? നമ്മളുടെ ഗംഗൈ കണ്ട ചോളപുരത്തിലെ ബൃഹദ്വേശ്വര ടെമ്പിൾ ആ പണിതേ. ഓക്കെ ആണോ? ദെൻ 3 ടെമ്പിളെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ബൃഹദ്വേശ്വര ടെമ്പിൾ അറ്റ് തഞ്ചാവൂർ, അതാരാ പണിതേ? രാജരാജ ചോളൻ. ദെൻ ബൃഹദ്വേശ്വര ടെമ്പിൾ അറ്റ് ഗംഗൈ കണ്ട ചോളപുരം, അവിടെ എന്താ ആരാ പണിതേ? രാജേന്ദ്ര ചോളൻ.
ഇതിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, രാജേന്ദ്ര ചോളൻ ഒന്നാമൻ. ദെൻ മൂന്നാമതൊരു ടെമ്പിൾ കൂടിയുണ്ട്, കുംഭകോണം, ധാരാസുരം ക്യാപിറ്റലാക്കി വാണിരുന്ന കുംഭകോണത്തിനടുത്ത് ഒരു ടെമ്പിൾ കൂടിയുണ്ട്. ആ ടെമ്പിളിന്റെ പേരെന്താ? ഐരാവതേശ്വര ടെമ്പിൾ. മറക്കരുത്, ഐരാവതേശ്വര ടെമ്പിൾ. അവിടെ ആരാ അത് പണിതത്? രാജരാജ രണ്ടാമൻ. സോ 1000, അതായത് 10ാം നൂറ്റാണ്ടിനൊക്കെ ശേഷമാണ് അങ്ങനെ ഒരു ടെമ്പിൾ കൂടി പണിയുന്നത്. ഈ 3 ടെമ്പിളുകളും നമ്മളുടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ടെമ്പിൾ ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇന്നത്തെ ന്യൂസ് നിങ്ങൾ വായിച്ചപ്പോൾ അതൊരു റിവിഷൻ പ്രോസസ് ആയിട്ട് വന്നല്ലോ. ഇനി നമ്മുടെ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് സെഷനിലേക്ക് വന്നേ. How the fair use clause is being applied to generative AI. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയാ കേട്ടിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെറ്റയുടെയും റോസ് ഇന്റലിജൻസിന്റെയും ദെൻ ആന്ത്രോപിക് എന്ന് പറയുന്ന ഒരു AI കമ്പനിയുടെയും കേസ് ലോസിനെ കുറിച്ചിട്ട്. ഓർക്കുന്നുണ്ടോ? അതായത് ഈ ഫെയർ യൂസ് അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയാണ് ഇങ്ങനെയുള്ള ഈ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനീസ് അവരുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പഠിപ്പിക്കാനായിട്ട് എന്ത് യൂസ് ചെയ്യുന്നത്? ഈ കോപ്പിറൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ട് 3 കേസസ് നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? റോസ് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട ഒരു കേസ്, ദെൻ മെറ്റയുമായി ബന്ധപ്പെട്ട കേസ്, ദെൻ ആന്ത്രോപിക് AI ബന്ധപ്പെട്ടിട്ടുള്ള 3 കേസുകൾ. ഇവര് 3 പേരുടെയും കാര്യത്തിൽ റോസ് ഇന്റലിജൻസിനെ വന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് US ഡിസ്ട്രിക്ട് കോടതി പറഞ്ഞു. പക്ഷേ മെറ്റയുടെ കേസിലും നമ്മളുടെ ആന്ത്രോപിക്കിന്റെ കേസിലും എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയർ യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. കോപ്പിറൈറ്റ്, അതായത് ഞാൻ അന്നൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗിബിളി ഇമേജിന്റെ എക്സാമ്പിൾ ഓർക്കുന്നുണ്ടോ? ഇത് കാണാത്തവർ തിരിച്ചു പോയി കാണണം കേട്ടോ. പുതുതായിട്ട് നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ തിരിച്ചു പോയിട്ട് ആ ക്ലാസ്സുകളിലേക്ക് പോയിട്ട് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു 25 to 30 മിനിറ്റ്സ് എടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണണം. ഓക്കെ, നിങ്ങൾക്ക് ഇതെല്ലാം ഓർമ്മയിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളെല്ലാം കണ്ട് മറന്നു പോയിട്ടുണ്ട് എന്നൊരു ഓർമ്മയിൽ ഇതൊന്ന് പുതുക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. ഓക്കെ ആണോ? സോ 3 കേസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു AI പഠിപ്പിക്കുമ്പോൾ അതൊരു കുട്ടിയെ പഠിപ്പിക്കുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ലൈബ്രറിയിൽ നിന്നുള്ള പുസ്തകങ്ങൾ നമ്മൾ എടുത്തിട്ട് അവരെ പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ആണ് എന്നാണ് പറയുന്നത്. സോ അത് എന്ത് കൊടുക്കണം? കോപ്പിറൈറ്റ്. അതിന് കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള പ്രൈസ് ഇവർ പേ ചെയ്യണം എന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ ആണോ? 3 കേസുകൾ. ദെൻ നിസാർ പറയണോ എന്തെങ്കിലും? ഇന്നലെയും ഞാനൊന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെയാണ് അതിന്റെ വിക്ഷേപണം നടക്കുന്നത്. നിസാർ എന്താ? നിസാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാസയും ISROയും ചേർന്ന് വരുന്ന സിന്തറ്റിക് അപ്പാർച്ചർ റഡാർ. ഈ ചോദിക്കട്ടെ, ഏത് ഓർബിറ്റിലേക്കാണ് ഇത് വിടുന്നത്? ലോ എർത്ത് ഓർബിറ്റിലേക്കാണ്. എത്ര ഡിഗ്രി ആംഗിളിലാണ്? ഞാൻ ഓർക്കുന്നുണ്ടോ ഏത് ഓർബിറ്റിലേക്കാണ്, എങ്ങനെയാണ് പോകുന്നത്? ലോ എർത്ത്, മീഡിയം എർത്ത്, ഹൈ എർത്ത് ഓർബിറ്റിനെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ദെൻ പോളാർ ഓർബിറ്റ് എന്താണ്? സൺ സിൻക്രണസ് ഓർബിറ്റ് എന്താണ് എന്ന് പറയുന്നത് ഓർക്കുന്നുണ്ടോ? അതായത് ഇൻക്ലിനേഷന്റെ ബേസിസിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 90 ഡിഗ്രി ആംഗിളിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമി മൊത്തം നമ്മളുടെ ഈ സാറ്റലൈറ്റിന് ചുറ്റാൻ പറ്റണം. കുറച്ച് സ്ഥലത്തേക്കാണെങ്കിൽ നമ്മൾ ചെറിയ ആംഗിളിൽ വിടും, അതായത് ഒരു 5 ഡിഗ്രി ആംഗിൾ. സോ ഇക്വേറ്ററിന്റെ മുകളിലേക്കുള്ള 5 ഡിഗ്രിയും താഴേക്കുള്ള ഒരു 5 ഡിഗ്രിയിലുമായിരിക്കും അത് നിൽക്കുന്നത്. ഇതിപ്പോ ഈ ഒരു നിസാർ സാറ്റലൈറ്റ് വിടുന്നത് 98 ഡിഗ്രിയിലാണ്, 90 ഡിഗ്രിയിനേക്കാളും മുകളിലുള്ള ഒരു ആംഗിളിലാണ്. സോ വാട്ട് ഹാപ്പൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭൂമി മൊത്തം ചുറ്റിയിട്ട് ഇതിന് വിക്ഷേപണം നടത്താനായിട്ട് പറ്റും, അല്ലെങ്കിൽ നിരീക്ഷിക്കാനായിട്ട് പറ്റും. സോ ലോ എർത്ത് ഓർബിറ്റിൽ പോകുന്ന പോളാർ ഓർബിറ്റിന്റെ ഒരു സബ് ഓർബിറ്റ് ആണ് ഈ സൺ സിൻക്രണസ് ഓർബിറ്റ്. അതും ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൂര്യന്റെ സമയത്തിനനുസരിച്ച് കൃത്യമായിട്ട് അതേ സ്ഥലത്ത് തന്നെ വരാനായിട്ട് പറ്റുന്ന ഓർബിറ്റുകളെയാണ് സൺ സിൻക്രണസ് ഓർബിറ്റ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയാനായിട്ടില്ലല്ലോ. ദെൻ നിസാർ USA കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഇത് വിടുന്നത്. നമ്മളുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് നാളെയാണ് ഇതിന്റെ ലോഞ്ചിങ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതെല്ലാം ഈ ഒരു 4 ന്യൂസ് നമ്മളിപ്പോ കണ്ടു. ഒരു 10 മിനിറ്റ് സമയത്തിനുള്ളിൽ 4 ന്യൂസ് നമ്മൾ കണ്ടു. എന്താ ഇതിൽ നിന്ന് മനസ്സിലായത്? എന്താണ് നമുക്ക് ഇപ്പോ ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? കറണ്ട് അഫയേഴ്സിൽ ഞാൻ ഇതുവരെ പഠിച്ച അല്ലെങ്കിൽ ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള ന്യൂസുകളൊക്കെ ന്യൂസ് അനാലിസിസ് അല്ലെങ്കിൽ പത്രത്തിൽ വരുന്നു എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ റൈറ്റ് ട്രാക്കിലാണ് നമ്മളുടെ ന്യൂസ് അനാലിസിസും കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷനും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു മന്തിലേക്ക് വരുമ്പോൾ, ആദ്യത്തെ ഒരു 2 മന്ത് നമ്മൾ ഈ ഒരു പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്യും. നെക്സ്റ്റ് മന്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിൽ കുറച്ചും കൂടി പ്രിലിംസ് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യും.
സോ ഡിസ്കഷൻ ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. എന്താണ്, നിങ്ങൾക്ക് ബേസ് ബിൽഡ് ആയി കഴിഞ്ഞു. ദെൻ നമ്മൾ ക്വസ്റ്റ്യൻസിലൂടെയൊക്കെ നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ടും അല്ലെങ്കിൽ കുറച്ചും കൂടി എൻഗേജിംഗ് ആയിട്ട് നമ്മുടെ ന്യൂസ് അനാലിസിസ് മാറും. ഓക്കെ ആണോ? സോ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ട്രസ്റ്റ് ദ പ്രോസസ്. ഈ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. ഒരു 3 മാസം 4 മാസം ആയി കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് സംഭവിക്കും? നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ നിങ്ങളുടെ ഒരു ഗ്രാബ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യും. സോ നമുക്ക് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1-2 ന്യൂസുകളുണ്ട്. നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോയ 1-2 ന്യൂസുകളുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. സോ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ്. ട്രഡീഷണൽ മെഡിസിൻ ഇൻ മോഡേൺ ഇന്ത്യ, ദ മെഡിക്കൽ ബൗണ്ടറീസ് ഫോർ ആയുഷ് പ്രാക്ടീഷണേഴ്സ്. അതായത് ട്വിറ്ററിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അതായത് നമ്മളുടെ ഹോമിയോപ്പതി ഡോക്ടർമാരെയും അല്ലെങ്കിൽ ആയുർവേദം പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരെയും ഡോക്ടർമാർ എന്ന് വിളിക്കണമോ വേണ്ടയോ എന്നുള്ളൊരു പ്രോബ്ലം അവിടെ നടക്കുന്നുണ്ട്. സോ ഈ ഒരു ചർച്ച കുറച്ച് നാളുകളായിട്ട് എയറിലുള്ള ഒരു സംഭവമാണ്. ഇത് ആരാണ് ശരിയായിട്ടുള്ള ഡോക്ടർ? നമ്മളുടെ അലോപ്പതിക് മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്നവർ ബാക്കിയുള്ളവരുടെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. മറ്റവരാണെങ്കിൽ തിരിച്ചിവര് മരുന്ന് മാഫിയകളുടെ ആളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പറയും. ഈ ഓതറിന്റെ ഒരു ബുക്ക് ഉണ്ട്. ഞാൻ ഈ ആർട്ടിക്കിൾ കണ്ടപ്പോഴാണ് ആ ബുക്കിനെ കുറിച്ചിട്ടൊന്ന് സെർച്ച് ചെയ്യുന്നത്. ട്രൂത്ത് പിൽ എന്നാണ് ആ ബുക്കിന്റെ പേര്. റിവ്യൂ ഒക്കെ വായിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ നല്ലൊരു പുസ്തകം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ ഈ മരുന്ന് മാഫിയകളുടെയൊക്കെ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ മരുന്നിന്റെ ഒരു റെഗുലേഷനുമൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ് ഈ ട്രൂത്ത് പിൽ എന്ന് പറയുന്നത്. നോക്കാം നമുക്കിപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് 2 കൂട്ടർ തമ്മിൽ, ഇപ്പോൾ അലോപ്പതിക് മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്ന മോഡേൺ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ തമ്മിലും അല്ലെങ്കിൽ ട്രഡീഷണൽ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സിദ്ധ അല്ലെങ്കിൽ ആയുർവേദം, ഹോമിയോപ്പതി ഇങ്ങനെയുള്ള മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്നവർ തമ്മിൽ ഉള്ള ക്ലാഷ് കുറച്ച് നാളുകളായിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് ഡോക്ടർമാര് അവരുടെ ഹെൽത്ത് അഡ്വൈസുകൾ തരുന്നുണ്ട്. കഴുത്തിൽ ഒരു സ്റ്റെതസ്കോപ്പ് ഇടും. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റെതസ്കോപ്പ് ഇടുന്ന എല്ലാ ഡോക്ടർമാരും മോഡേൺ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്നവരല്ല. നമ്മള് പലപ്പോഴും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. അങ്ങനെയൊന്നുമല്ല. എല്ലാ ഡോക്ടർമാരും ഇപ്പം നാച്ചുറോപതിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർമാരുകളുണ്ട്. ദെൻ ഹോമിയോപ്പതിയിൽ ഡോക്ടർ ബിരുദം നേടുന്നവരുണ്ട്. ദെൻ യോഗയുടെ ഡോക്ടർമാരുണ്ട് പ്രത്യേകിച്ച്. സോ അങ്ങനെയുള്ള ഡോക്ടർമാർ ഇപ്പോൾ സ്റ്റെതസ്കോപ്പ് ഒക്കെ ഇട്ടിട്ടൊക്കെ തന്നെയാണ് നമ്മളുടെ യൂട്യൂബ് ചാനലുകളിലൊക്കെ വരുന്നത്. സോ ഇതൊരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ മിസ്ലീഡിംഗ് ആവാനായിട്ടുള്ള അവർ പലപ്പോഴും പറയുന്നത് അവരെങ്ങനെയാണ് ഭക്ഷണങ്ങൾ നിയന്ത്രിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം. പക്ഷെ ഇവര് മോഡേൺ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഡോക്ടർമാരെന്ന് വിളിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ സമൂഹത്തിന്റെ വിഷയം. ഒരു UPSC ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അത്ര റിലേറ്റബിൾ ആയിട്ടുള്ള വിഷയമല്ല. പക്ഷെ നമ്മൾ എന്താ നോക്കേണ്ടത്? നമ്മൾ ലെജിസ്ലേറ്റീവ് ആയിട്ട്, നിയമപരമായിട്ട് ഇവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ പോവാം നമുക്ക് ഏത് ആക്ടിന്റെ അണ്ടറിലാണ് ഇങ്ങനെയുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് പറയാനായിട്ട് പറ്റുമോ? 1940 ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിന്റെ അണ്ടറിലാണ് ഇങ്ങനെയുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെയും അല്ലെങ്കിൽ മെഡിസിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇതിലെ സെക്ഷൻ 2 പ്രകാരം മെഡിക്കൽ പ്രാക്ടീഷണർ ആരാണ് എന്ന് ആരൊക്കെയാണ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടുള്ള അധികാരം സ്റ്റേറ്റുകൾക്ക് ഈ ഒരു ആക്ട് കൊടുക്കുന്നുണ്ട്. സോ ഏതൊക്കെ സ്റ്റേറ്റിലാണോ ഈ ട്രഡീഷണൽ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ ഇങ്ങനെയുള്ള ട്രഡീഷണൽ മെഡിസിൻസിനെ അംഗീകരിക്കുന്ന ഒരു സ്ഥിതി വരുന്നുണ്ട്. സോ 1946 ഭോർ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ഭോർ എന്ന് പറയുന്ന ആൾ അധ്യക്ഷനായിട്ടുള്ള ഭോർ കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ഇതില് ഇദ്ദേഹം ഈ മോഡേൺ മെഡിസിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു. അതായത് ലോകത്തിലുള്ള എല്ലാ കൺട്രീസും ട്രഡീഷണൽ മെഡിസിൻസ് വിച്ച് മീൻസ് അൺസയന്റിഫിക് ആയിട്ട്, ട്രഡീഷണൽ അല്ല അൺസയന്റിഫിക് ആയിട്ടുള്ള മെഡിസിനൽ പ്രാക്ടീസസിൽ നിന്ന് മാറിയിട്ട് സയന്റിഫിക് ബേസോട് കൂടിയിട്ടുള്ള, സയന്റിഫിക് ഇവാലുവേഷനോട് കൂടിയിട്ടുള്ള മോഡേൺ മെഡിസിൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു രീതി ഇന്ത്യൻ ഗവൺമെന്റും ഇന്ത്യൻ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സും മാറണം, അങ്ങനെ ഒരു രീതിയിലേക്ക് മാറണം എന്ന് കൂടിയിട്ട് ഇവര് സജസ്റ്റ് ചെയ്തു. പക്ഷെ അത് നടപ്പിലായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ അതിന് എങ്ങനെയാണ് നടപ്പിലായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ആദ്യമായിട്ട് ഈ ട്രഡീഷണൽ പ്രാക്ടീസേഴ്സിനെ അല്ലെങ്കിൽ ട്രഡീഷണലി രോഗം കൺട്രോൾ ചെയ്യുന്നവരെയും അതിനുള്ള ചികിത്സ നൽകുന്നവരെയും
സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്നത് 1970 ഇവർക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ മെഡിസിൻ സെൻട്രൽ കൗൺസിൽ ആക്ട് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ആക്ട് ക്രിയേറ്റ് ചെയ്യുകയും ആയുർവേദത്തിനെയും സിദ്ധയെയും യുനാനി പ്രാക്ടീസ് ചെയ്യുന്നവരെയും എന്ത് ചെയ്തു? സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്തു. അതുവരെ അവരൊക്കെ ഉണ്ടായിരുന്നു, അവര് കൃത്യമായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു സ്റ്റേറ്റ് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഡിഗ്രി കൊടുക്കുകയും അല്ലെങ്കിൽ സ്റ്റേറ്റ് അവരെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു പ്രോസസ് 1970 നടന്നത്. ദെൻ നമ്മളുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ അണ്ടറിൽ ഒരു സെപ്പറേറ്റ് മിനിസ്ട്രി ആയിട്ട് വരുന്നത് 1990 കാലഘട്ടങ്ങളിലാണ്. എന്നാണ് 1990 കാലഘട്ടങ്ങളിൽ നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ അണ്ടറിൽ ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട്, മിനിസ്ട്രി അല്ല, സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നു. ദെൻ 2014 നമ്മളുടെ മോദി ഗവൺമെന്റ് ആദ്യമായിട്ട് അധികാരത്തിൽ വന്നപ്പോഴാണ് ആയുഷ് മിനിസ്ട്രി എന്ന് പറഞ്ഞൊരു മിനിസ്ട്രി. ആയുഷ് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഉൾപ്പെടും? ആയുഷ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ആയുർവേദം, ആയുർവേദം, ദെൻ യുനാനി, യോഗ വരും, ആയുർവേദം, യോഗ, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. ഇങ്ങനെ 5 കാര്യങ്ങൾ അടങ്ങുന്ന ഒരു മിനിസ്ട്രി. ഈ 5 കാര്യങ്ങൾ ഇപ്പോ അതല്ലാണ്ട് ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. ഇപ്പോ ആയുഷ് പ്ലസ് എന്ന് നമ്മുടെ മിനിസ്ട്രിയെ മാറ്റണം എന്ന് പറയുന്നുണ്ട്. പ്ലസ് എന്ന് പറയുമ്പോൾ ഈ അക്വാ പങ്ക്ചർ പോലെയുള്ള ചില വിദ്യകളുണ്ട്. സോ അങ്ങനെയുള്ളതിനൊക്കെ കൃത്യമായിട്ട് സയന്റിഫിക് വാല്യൂസോ അല്ലെങ്കിൽ സയന്റിഫിക് ഇവാലുവേഷനോ നടന്നിട്ടില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങളും കൂടിയിട്ട് എന്തിൽ ആഡ് ചെയ്യണം? നമ്മളുടെ ഈ ആയുഷ് മിനിസ്ട്രിയുടെ അണ്ടറിൽ ആഡ് ചെയ്തിട്ട് ഇതിലെ വിപുലീകരിക്കണം എന്നൊരു ചർച്ച കൂടിയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അപ്പൊ എന്നാണ് ആയുഷ് മിനിസ്ട്രി രൂപീകരിച്ചത്? ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതി. അങ്ങനെ 5 കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മിനിസ്ട്രി രൂപീകരിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഇങ്ങനെയുള്ള ട്രഡീഷണൽ മെഡിസിൻസ് പ്രൊമോട്ട് ചെയ്യുന്നതിനും അത് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു എന്ന് 2014. ദെൻ 2020 ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ നാഷണൽ കമ്മീഷൻ ആക്ട് പ്രകാരം ഒരു ന്യൂ ലെജിസ്ലേഷൻ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ ഓർഡർ പ്രകാരം എന്ത് പറഞ്ഞു? ഇങ്ങനെ ഈ ആയുഷ് മിനിസ്ട്രിയുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനും നമ്മളുടെ മൈനർ സർജറി അടക്കം, നമ്മളുടെ ഗാൾ ബ്ലാഡർ നീക്കം ചെയ്യുന്ന മൈനർ സർജറി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദാറ്റ്സ് ക്രിയേറ്റ്സ് എ പ്രോബ്ലം. എന്താ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നത്? അതായത് ഈ സിദ്ധ വൈദ്യന്മാരും അല്ലെങ്കിൽ ആയുർവേദ വൈദ്യന്മാരും ഹോമിയോപ്പതിക് ആയിട്ടുള്ള ആളുകളും അവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. പക്ഷേ ഈ മോഡേൺ മെഡിസിൻസിലെ ടെക്നിക്സ് ഇവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇവിടെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഹോമിയോപ്പതിയുടെ സിലബസ് ആണെങ്കിലും ആയുർവേദത്തിന്റെ സിലബസ് ആണെങ്കിലും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. അവർ പഠിക്കുന്നത് 2ാമത്തെ സെമസ്റ്റർ തുടങ്ങി പഠിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ MBBSന്റെ സിലബസുമായിട്ട് പൂർണ്ണമായിട്ട് യോജിച്ചു പോകുന്നതാണ്. അതായത് MBBSന് പഠിക്കുന്നവർ എങ്ങനെയാണ് പഠിക്കുന്നത് അതുപോലെയുള്ള സിലബസ് ഒക്കെ തന്നെയാണ് ഇവരും പഠിക്കുന്നത്. പക്ഷേ എന്താണ് ഇപ്പോൾ ഉള്ള കറന്റ് റെഗുലേഷൻ പ്രകാരം ഇവർക്ക് മെഡിക്കൽ പ്രാക്ടീഷൻസ് ചെയ്യാൻ പറ്റുമോ? അതായത് ഒരു സർജറി ചെയ്യാനായിട്ട് പറ്റുമോ? സർജറി ചെയ്യണമെങ്കിൽ അനസ്തേഷ്യ കൊടുക്കണം. അനസ്തേഷ്യ എന്ന് പറയുന്നത് ഒരു മോഡേൺ മെഡിസിൻ പ്രാക്ടീസസ് ആണ്. പണ്ട് ഒപ്പിയം അടക്കമുള്ള കറുപ്പടക്കമുള്ള സാധനങ്ങൾ കൊടുത്ത് മയക്കി കിടത്തിയിട്ടാണ് ശസ്ത്രക്രിയകൾ. ഇപ്പോ ശുശ്രുതനാണെങ്കിലും ചരകനാണെങ്കിലും ഒക്കെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് നിലവിലുണ്ടായിരുന്ന അനസ്തേഷ്യ യൂസ് ചെയ്തുകൊണ്ടാണ്. അനസ്തേഷ്യ എങ്ങനെയാണ്? ഈ ഒപ്പിയം അടക്കമുള്ള കറുപ്പ് പോലെയുള്ള നമ്മളുടെ ലഹരി പദാർത്ഥങ്ങൾ കൊടുക്കും. ലഹരിയല്ല, അത് മനുഷ്യനെ മയക്കാൻ കഴിവുള്ള ഒരു സാധനമാണ്. സോ അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്ത് മയക്കി കിടത്തിയിട്ടാണ് ശസ്ത്രക്രിയകൾ ചെയ്തത്. പക്ഷെ മോഡേൺ മെഡിക്കൽ പ്രാക്ടീസസിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? അനസ്തേഷ്യ കൊടുക്കണം. അനസ്തേഷ്യ കൊടുക്കാനായിട്ട് ഇവർ കേപ്പബിൾ ആണോ? ഇവർ അനസ്തേഷ്യ കൊടുക്കാനായിട്ട് പഠിക്കുന്നുണ്ടോ? അതിനുള്ള ഒരു സർട്ടിഫിക്കേഷൻ ഇവർക്കുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദ്യങ്ങളായിട്ട് വരും. സോ ഈ ഒരു ഡിബേറ്റ് കുറെ കാലങ്ങളായിട്ട് നിലവിലുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു സുപ്രീം കോടതി ജഡ്ജ്മെന്റ് ആണ്. ഡോക്ടർ മുക്തിയാർ ചന്ദ് വെസസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ഈ കേസിൽ 1998 നമ്മളുടെ സുപ്രീം കോടതി ഒരു ജഡ്ജ്മെന്റ് പുറപ്പെടുവിച്ചു. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കാണ് ഈ മോഡേൺ മെഡിസിൻസിലെ ടെക്നിക്സുകൾ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ദ റൈറ്റ് ടു പ്രിസ്ക്രൈബ് ഡ്രഗ്സ് ഓഫ് എ സിസ്റ്റം ഓഫ് മെഡിസിൻസ് വുഡ് ബി സിനോണിമസ് വിത്ത് ദ റൈറ്റ് ടു പ്രാക്ടീസ് ദ സിസ്റ്റം. അതായത് മോഡേൺ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യാത്ത ആള് എങ്ങനെയാണ് മോഡേൺ മെഡിസിൻസ് കുറിച്ച് കൊടുക്കുക? അതായത് നിങ്ങളൊരു ആയുർവേദത്തിലെ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആയുർവേദത്തിലെ ഡോക്ടർ ആന്റിബയോട്ടിക് നിങ്ങൾക്ക് തരികയാണ് എന്ന് വിചാരിക്കുക.
അവരല്ലെങ്കിൽ മോഡേൺ മെഡിസിൻസിന്റെ നമ്മളുടെ ലാബ് ടെസ്റ്റുകൾ അനലൈസ് ചെയ്തിട്ട് അവർ ആന്റിബയോട്ടിക് തരികയാണെന്ന് വിചാരിക്കുക. അതെങ്ങനെ പോസിബിൾ ആകും? കാരണം അവർ പഠിച്ചിരിക്കുന്നത് ട്രഡീഷണൽ നോളജിലുള്ള കാര്യങ്ങളാണ്. ഇവർക്ക് ആന്റിബയോട്ടിക്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള മോഡേൺ മെഡിസിനൽ പ്രാക്ടീസസ് ചെയ്യാൻ പറ്റുമോ? കോടതി പറഞ്ഞിട്ടുണ്ട് ചെയ്യാൻ പറ്റില്ല. സിനോണിമസ് വിത്ത് ആർക്കാണ്? നമ്മളുടെ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ്. അതായത് മോഡേൺ മെഡിസിൻസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്കാണ് മോഡേൺ മെഡിസിൻസിലെ സിസ്റ്റംസും ഡ്രഗുകളും ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കുക, പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കുക. എന്നാൽ ഈ ഒരു കോടതി വിധി മറികടന്നുകൊണ്ട് പലരും നമ്മളുടെ റെക്കഗ്നൈസ്ഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആയിട്ട് ആരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ട്? നമ്മളുടെ ഈ ഗവൺമെന്റ് നമ്മുടെ ഈ ആയുഷിലെ അല്ലെങ്കിൽ ആയുർവേദം പഠിച്ച ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ ഹോമിയോപ്പതി പഠിച്ച ഡോക്ടേഴ്സിനെ അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇനി അവരുടെ ഭാഗത്തുനിന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനി ആയുഷിന്റെ ആളുകളുടെ ഭാഗത്തുനിന്ന്, ആയുർവേദം പഠിച്ച ഹോമിയോപ്പതി പഠിച്ച ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിച്ചേ. അവരെന്താ ചെയ്യുന്നത്? അവര് നമ്മളുടെ മോഡേൺ മെഡിസിൻസിന്റെ സിലബസ് തന്നെയാണ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചറും അല്ലെങ്കിൽ ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പഠിക്കുന്നുണ്ട്. ഓക്കെ ആണോ? സോ അത് ഇവർക്കൊരു പ്രോബ്ലം ആകും. എന്ത്? ഇപ്പോ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരുപാട് ഡോക്ടർമാര് ഇപ്പൊ ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാവരും ഡോക്ടേഴ്സ് ആയിട്ട് തന്നെ പോകുന്നുണ്ട്. എങ്ങനെയാണ് ഇതിന്റെ ഒരു ഷിഫ്റ്റ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തത്? നിങ്ങളുടെ ഒപ്പം ആരെങ്കിലും ഒക്കെ പഠിക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോമിയോപ്പതിയും അല്ലെങ്കിൽ ഈ ആയുർവേദം ഒക്കെ പഠിച്ച് ഡോക്ടർ ആയിട്ടുള്ളവര് ഒരുപാട് പേര് ഡോക്ടർ ഫീൽഡിലേക്ക് പോകും. ബാക്കിയുള്ളവർ എന്താ ചെയ്യുക? മെഡിക്കൽ കോഡിംഗ് പോലെയുള്ള കാര്യങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ലെവൽ മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് ഇവർ മാറും. ഒരുപാട് കോർപ്പറേറ്റ് കമ്പനികൾ ഇങ്ങനെയുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെ വളരെ ഹൈ പേയ്മെന്റിൽ തന്നെ എടുക്കുന്നുണ്ട്. മൾട്ടിനാഷണൽ കമ്പനീസ് ഇങ്ങനെയുള്ള മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിനെ എടുക്കുന്നുണ്ട്. അവർ ഡോക്ടർ ആകണം എന്നില്ല. ഡോക്ടേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രിസ്ക്രൈബുകൾ ചെയ്യാനായിട്ടും സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള കെൽപ്പുള്ളവരായിരിക്കും. സോ ഇങ്ങനെ മൾട്ടിനാഷണൽ കമ്പനീസിലേക്ക് ഇവർ പോകുന്നുണ്ട്. സോ അതെന്താ സംഭവിക്കുക? നമ്മളുടെ ഒരു ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കാനായിട്ട് സാധ്യമാകും. പക്ഷെ മേജർ പ്രോബ്ലം ഇവിടെ കിടക്കുന്നുണ്ട്. മോഡേൺ മെഡിസിൻസ് പഠിച്ചവര് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻസ് പഠിക്കാത്തവര് നമ്മളുടെ മോഡേൺ ഡ്രഗുകൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി നമ്മളുടെ UPSC ആസ്പിരൻസ് ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത്? നിങ്ങളോട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ ഇങ്ങനെ ഒരു ചോദ്യം വന്നു, മോഡേൺ മെഡിസിൻസ് ആണോ അല്ലെങ്കിൽ ആയുഷ് ആണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തുത്തരം പറയും? അല്ലെങ്കിൽ മെയിൻസിന് ഒരു ക്വസ്റ്റ്യൻസ് വന്നു, മോഡേൺ ടൈംസിൽ നിങ്ങൾ മോഡേൺ മെഡിസിൻസിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്താൽ മതിയോ, അല്ലെങ്കിൽ അൺസയന്റിഫിക് ആയിട്ട് തോന്നുന്ന ആയുഷ് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണോ വേണ്ടയോ എന്നൊരു ചോദ്യം ക്രിറ്റിക്കലി അനലൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് നിങ്ങളോട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങളൊരു മിഡിൽ പാത്ത് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മിഡിൽ പാത്ത് എടുക്കണം. കാരണം ഇവിടെ നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഗവൺമെന്റിന്റെ ലക്ഷ്യം എന്താണ്? സമൂഹത്തിന് നല്ലത് വരിക, അല്ലെങ്കിൽ രോഗങ്ങളില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിക്കുക. സോ മോഡേൺ മെഡിസിന്റെയും ആയുർവേദ പോലെയുള്ള ട്രഡീഷണൽ മെഡിസിന്റെയും ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ ആണോ? ഒരു കോർപ്പറേഷൻ ആണ് നമുക്ക് വേണ്ടത്. ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എവിഡൻസ് കൂടി നിങ്ങൾ ഇവിടെ കൊടുക്കണം. അതായത് ആയുഷ് സർവേ എന്ന് പറഞ്ഞിട്ട് 2022-23 കാലഘട്ടങ്ങളിൽ ഒരു സർവേ നമ്മൾ സംഘടിപ്പിച്ചിട്ടു. ആയുഷ് മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ഈ 5 മേഖലയിലേക്ക് കൂടി കൂട്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മിനിസ്ട്രി ആണ് ഇങ്ങനെ ഒരു സർവേ കണ്ടക്ട് ചെയ്തത്. ഇതില് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ആയുഷ് ചികിത്സ തേടുന്നവരില് 50% ആയുഷ് മിനിസ്ട്രിയുടെ കീഴിൽ ചികിത്സ തേടുന്നവർ അല്ലെങ്കിൽ ആയുഷ് പ്രാക്ടീഷണേഴ്സിന്റെ അടുത്ത് പോകുന്നവർ 50% ക്യൂറേറ്റീവ് മെഡിസിൻസിന് വേണ്ടി പോകുന്നവരല്ല. ക്യൂറേറ്റീവ് മെഡിസിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം വന്നതിന് ശേഷം പോകുന്നവരല്ല. പകരം നല്ല ജീവിതശൈലിക്ക് വേണ്ടി പ്രിവെന്റീവ് മെഡിസിൻസ് അല്ലെങ്കിൽ റീജുവനേഷൻ മെഡിസിൻസിന് വേണ്ടിയിട്ട് പോകുന്നവരാണ്. ഈ ബ്ലൂ കളർ കാണിച്ചു കണ്ടോ, 47%. ദെൻ ഈ ഒരു 7% അതേഴ്സിൽ പെടുന്ന ഒരു 7% കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 50%-ഓളം ആളുകൾ എങ്ങനെയാ പോകുന്നത്? റീജുവനേഷൻ അല്ലെങ്കിൽ പ്രിവെന്റീവ് മെഡിസിൻസിന് വേണ്ടിയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ നടുവേന വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ജീവിതശൈലി പറഞ്ഞു തരാൻ ആർക്ക് പറ്റും? നാച്ചുറോപ്പതി പഠിച്ച ഒരു ഡോക്ടറിന് സാധിക്കും. അങ്ങനെ ഒരു ഡോക്ടർമാരൊക്കെ യൂട്യൂബിൽ ഇടയ്ക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഹോമിയോയുടെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, കുറെ നാളുകളായിട്ട് യൂട്യൂബിലൂടെ വീഡിയോ ഇടുകയും ദെൻ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഡോക്ടർ ഉണ്ട്. അദ്ദേഹവും ഇടയ്ക്കിടയ്ക്ക് ഈ നമ്മളുടെ മോഡേൺ മെഡിസിൻ വേഴ്സസ് ഹോമിയോപ്പതിക് മെഡിസിനുള്ള ഡിബേറ്റിൽ പങ്കെടുക്കാറും ഭാഗഭാക്കുകളാകുകയും ചെയ്യുന്ന ഒരാളാണ്. ദെൻ ഒരുപാട് പേരുണ്ട് കേട്ടോ യോഗ പഠിപ്പിക്കുന്നവർ. അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ആയിട്ടുള്ള ഡോക്ടർമാർ ഒരുപാട് പേര് വരുന്നുണ്ട്.
സോ ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവരുടെ കാര്യമാണ്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കേണ്ടത് എന്താണ്, നമുക്ക് ഇതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അഡ്മിനിസ്ട്രേറ്റീവ് പോസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം. സോ റീജുവനേഷൻ പ്രാക്ടീസസിന് വേണ്ടിയിട്ട് ആയുർവേദം ഉപയോഗിക്കുന്നവര്, അല്ലെങ്കിൽ യുനാനി ഉപയോഗിക്കുന്നവര്, അല്ലെങ്കിൽ ഹോമിയോപ്പതി ഉപയോഗിക്കുന്നവര്, സോ ഒരു നല്ല ഭക്ഷണക്രമം പറഞ്ഞു കൊടുക്കാനായിട്ട് ഈ ഡോക്ടർമാർക്ക് സാധിക്കും. നല്ല ജീവിത ശൈലി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യയുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസുകൾ ഇൻക്രീസ് ചെയ്യപ്പെടുന്ന കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള പ്രിവെന്റീവ് പ്രാക്ടീസസുകൾ നമുക്ക് ഈ ആയുഷ് മിനിസ്ട്രി വഴി ചെയ്യാനായിട്ട് പറ്റും. ദെൻ ക്യൂറേറ്റീവ് മെഡിസിൻസുകൾ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് മെഡിസിൻസിന് നമുക്ക് ആർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും? മോഡേൺ മെഡിസിൻസിന് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിന് ആളുകളുടെ ഒരു അവയർനെസ് കൂടി ആവശ്യമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, കുറച്ച് നാളുകൾക്ക് മുൻപ്, ഒരു മാസം മുൻപാണ് നമ്മളുടെ കോഴിക്കോടോ മലപ്പുറത്തോ ഉള്ള ഒരു പെൺകുട്ടി വീട്ടിൽ പ്രസവിക്കുകയാണ്. 2-3 വീട്ടിൽ പ്രസവങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് നമ്മളുടെ കേരളത്തിൽ വരുന്നുണ്ട്. സോ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ പത്രക്കാർക്ക് മനസ്സിലായത് അവർ ഈ അക്വാ പങ്ക്ചർ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അവർ ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് പ്രസവിക്കില്ല എന്ന് തീരുമാനമെടുത്തിട്ട് അക്വാ പങ്ക്ചർ എന്ന് പറയുന്ന ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുന്നവരാണ്. സോ ഈ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള പ്രസവം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്തിനെ അവർ ഡിനൈ ചെയ്യുകയാണ്. സോ അത് ഭയങ്കര വലിയ പ്രോബ്ലങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ പൊക്കിൾക്കൊടിയൊക്കെ മുറിച്ച് മാറ്റുന്നതിനിടയിൽ കുട്ടിയും അമ്മയും മരിച്ചു പോകാനായിട്ട്, ബ്ലീഡിങ്ങുകൾ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബർത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഇന്ത്യയിലടക്കം. സോ അങ്ങനെയുള്ള മാൽ പ്രാക്ടീസസുകളെ തടയുക കൂടി നമ്മളുടെ ലക്ഷ്യമായിട്ട് മാറണം. സോ ഇങ്ങനെയാണ് ഒരു കോംപ്രഹെൻസീവ് ആൻസർ നമ്മൾ ഇന്റർവ്യൂവിന് ചോദിച്ചു കഴിഞ്ഞാലും അല്ലെങ്കിൽ നമ്മുടെ മെയിൻസ് പെർസ്പെക്റ്റീവിൽ ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ചെയ്യേണ്ട ഒരു മിഡിൽ പാത്ത് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഒരു ഉദ്ദേശമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. സോ ഈ കേസ് മറക്കരുത്, മുക്തിയാർ ചന്ദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ദെൻ നമ്മുടെ 2022-23 കാലഘട്ടത്തിൽ നടന്ന ആയുഷ് സർവേ കൂടിയിട്ട് നിങ്ങളുടെ ആൻസറുകളിൽ വരാനായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ആന്റി ട്രസ്റ്റ് ലോസ്. എന്താണ് ഈ ആന്റി ട്രസ്റ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഈക്വൽ കോമ്പറ്റീഷൻസ്, ഓരോ മാർക്കറ്റിലും ഈക്വൽ കോമ്പറ്റീഷൻസ് എൻഷുർ ചെയ്യാനായിട്ടുള്ള ലോസിനെയാണ് ഈ ആന്റി ട്രസ്റ്റ് ലോസ് എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയേക്കാൾ കൂടുതൽ മാർക്കറ്റ് പിടിക്കുക എന്നുള്ളത് അവരുടെ എന്തായിരിക്കും ലക്ഷ്യമായിരിക്കും. പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ സ്ഥാപനങ്ങളുടെയും, കോർപ്പറേറ്റുകളുടെ ലക്ഷ്യം വരുന്നത്. പക്ഷേ ഇത് മറ്റൊരു കമ്പനിയെ തകർത്തുകൊണ്ടാകരുത്, അൺഫെയർ പ്രാക്ടീസസിലൂടെ ആയിരിക്കരുത് ഇങ്ങനെയുള്ള പ്രോഫിറ്റുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ അങ്ങനെ ആ കോമ്പറ്റീഷൻസിനെ എന്താണ് ഒരു പ്രോഗ്രസീവ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ സെൽഫ് സ്ട്രക്ചറിങ് ആയിട്ടുള്ള പ്രോഗ്രസീവ് ആയിട്ടുള്ള കോമ്പറ്റീഷൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആന്റി ട്രസ്റ്റ് ലോസ് എന്ന് പറയുന്നത്. സോ ഈ ആർട്ടിക്കിൾ എന്താ പറയുന്നത്? വൈ ആന്റി ട്രസ്റ്റ് റെഗുലേഷൻസ് ആർ പെർട്ടിനന്റ്. എന്താണ് പെർട്ടിനന്റിന്റെ അർത്ഥം? പെർട്ടിനന്റ് മീൻസ് റെലവന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, അങ്ങനെയൊക്കെ പറയുന്നതിന് യൂസ് ചെയ്യുന്ന ഒരു സിനോണിമാണ് ഈ പെർട്ടിനന്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ആന്റി ട്രസ്റ്റ് റെഗുലേഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്നാണ് നമ്മൾ ഈ ഒരു ചർച്ചയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകാം. ഇന്ത്യക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള ലോസ് ഉണ്ട്, പണ്ട് മുതലേ ഉള്ള ലോസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ പോസ്റ്റ് മോഡേൺ ഇൻഡിപെൻഡൻസ് ഒക്കെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ലോ ആണ് മോണോപോളി ആൻഡ് റിസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ലോ. 1984 രാജീവ് ഗാന്ധി ഗവൺമെന്റിന്റെ കാലത്തൊക്കെ ശക്തമായി നിലനിന്നിരുന്ന ഒരു ലോയാണ് മോണോപോളി ആൻഡ് റിസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ലോ. ഇത് പ്രകാരം നിങ്ങൾ ഒരു 20 കോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ആണെങ്കിൽ നിങ്ങൾ എന്താ സംഭവിക്കുക? നിങ്ങൾ അവിടെ കുത്തകയാണ് എന്ന് നിങ്ങൾ മുദ്ര കുത്തപ്പെടും. അതായത് നിങ്ങളുടെ കമ്പനിക്ക് ഒരു 20 കോടി ടേൺ ഓവർ ഉണ്ട്, വിറ്റുവരവുണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ സംഭവിക്കും? നിങ്ങളവിടെ മോണോപോളി ആയിട്ട് മാറും. സോ നിങ്ങളുടെ മോണോപോളി വരാതിരിക്കാനായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസുകൾ നിങ്ങൾ വെക്കും. ഇത് ഏത് കാലത്താണ്? 1990 മുന്നെയാണ്. സോ ഒരു പ്രൊട്ടക്ഷനിസം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ എന്ത് വരുന്നേ? ഇങ്ങനെയുള്ള മോണോപോളിയെ തകർക്കാനായിട്ട് എല്ലാവർക്കും ഈക്വൽ കോമ്പറ്റീഷൻസ് എൻഷുർ ചെയ്യാനായിട്ടുള്ള ലോസ് ക്രിയേറ്റ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ ലോയാണ് മോണോപോളി ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് 1986. സോ ഇങ്ങനെ ഒരു ലോ ഉണ്ടായിരുന്നു. അതുവഴി 20 കോടിയിലധികം നിങ്ങൾക്ക് ടേൺ ഓവർ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 20 കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിലെ ഒരു ചെറിയ സ്റ്റാർട്ടപ്പ് പോലും ചിലപ്പോൾ ഉണ്ടാക്കുന്നത് 20-25 കോടിയാണ്. MSME സെക്ടേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്ന വരുമാനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, ടേൺ ഓവർ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. സോ അന്ന് അങ്ങനെ ഒരു ചെറിയ സ്ഥാപനം പോലും കുത്തകയായിട്ടാണ് കണ്ടെത്തിയിരുന്നത്. പിന്നീട് ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനും പ്രൈവറ്റൈസേഷനും സംഭവിച്ചു.
സോ നമ്മളുടെ കോമ്പറ്റീഷനിലേക്ക് ആര് കൂടി വന്നു? മൾട്ടിനാഷണൽ കമ്പനീസ് വരികയും പ്രൊട്ടക്ഷനിസം ഒരു ഓപ്പൺ പോളിസിയിലേക്ക് നമ്മൾ മാറ്റുകയും ചെയ്തു. അത് പ്രകാരം ഈ ലോസിനെ നമ്മൾ 2002 അമെൻഡ് ചെയ്തു. അമെൻഡ് ചെയ്തിട്ട് കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സംഘടന നമ്മൾ രൂപീകരിച്ചു. അതായത് 2002 കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം 2003 കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം നമ്മൾ രൂപീകരിച്ചു. എന്നാണ് രൂപീകരിച്ചത്? 2003 കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അത് പ്രകാരം ഈ ഒരു ബോഡിയാണ് അപെക്സ് ബോഡി ആയിട്ട് എന്ത് പ്രവർത്തിക്കുന്നത്? ഇന്ത്യയുടെ കോമ്പറ്റീഷൻസ് റെഗുലേറ്റ് ചെയ്യുന്നത്, അതായത് അൺഫെയർ ആയിട്ടുള്ള പ്രാക്ടീസസുകളെ റെഗുലേറ്റ് ചെയ്യുന്നത്. ഇതുവരെ ക്ലിയർ ആണോ? എങ്ങനെയാണ് പ്രൊട്ടക്ഷനിസത്തെ കാലത്ത് നമുക്ക് നിയമങ്ങൾ ഉണ്ടായിരുന്നത്? അതിനുശേഷം നമ്മളത് ഓപ്പൺ അപ്പ് ചെയ്തു. കോമ്പറ്റീഷൻ കമ്മീഷൻ, ഇന്ത്യൻ കോമ്പറ്റീഷൻ ആക്ട് പ്രകാരം കോമ്പറ്റീഷൻ കമ്മീഷൻ നിലവിൽ വന്നു എന്ന് 2003. ദെൻ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയത് 2009 കൂടിയിട്ടാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. പക്ഷെ നിലവിൽ വന്നത് എന്നാണ്? എസ്റ്റാബ്ലിഷ്ഡ് എന്നാണ്? 2003. സോ എസ്റ്റാബ്ലിഷ്ഡ് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, 2003 എന്ന് നിങ്ങൾ ഉത്തരം എഴുതണം. ഓക്കെ ആണോ? ദെൻ ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്താ പ്രശ്നം? അതായത് കറന്റ്ലി ട്രേഡുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് എങ്ങനെയാണ്? കറന്റ്ലി ട്രേഡുകൾ നടക്കുന്നത് ഡിജിറ്റലി ആണ്. ഡിജിറ്റൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, അതിലൂടെ ആമസോൺ അല്ലെങ്കിൽ ഗൂഗിളിൽ എങ്ങനെയാണ് ട്രേഡ് നടക്കുന്നത്? ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ഓരോ കമ്പനീസും അവരുടെ സാധനങ്ങൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലിസ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു വാട്സപ്പ് പോലുള്ള കമ്പനി ഉണ്ട്. വാട്സപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് പൈസ കൊടുക്കണ്ടേ? സോ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ജി ഡി പിയുടെ 12% അപ്രോക്സിമേറ്റ്ലി 12% ഡിജിറ്റൽ ട്രേഡ് ആണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇന്ത്യയുടെ ജി ഡി പി എത്ര ട്രില്യൺ ആണ്? ഇന്ത്യയുടെ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ട്രില്യൺ ആണ്? നമ്മൾ ലോകത്തിലെ 4ാമത്തെ വലിയ എക്കോണമി ആയിട്ട് മാറി. എത്രയോ ട്രില്യൺ എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? എത്ര ട്രില്യൺ ആണ് ഇന്ത്യയുടെ എക്കോണമി? അല്ലെങ്കിൽ എത്ര ലക്ഷം കോടിയാണ്? ഓർക്കുന്നുണ്ടോ? നമ്മുടെ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ട്രില്യൺ, ഏകദേശം 3.3 ട്രില്യൺ ഡോളറിലാണ് നമ്മളുടെ ജി ഡി പി വർക്ക് ചെയ്യുന്നത്. ജി ഡി പി ഉള്ളത് ടോട്ടൽ ജി ഡി പി. ഓക്കെ, 303 ലക്ഷം കോടി രൂപയാണ്. 303 ലക്ഷം കോടി രൂപയാണ് നമ്മളുടെ ജി ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ അതില് 11.4% അപ്രോക്സിമേറ്റ്ലി 12% എങ്ങനെയാണ് നടക്കുന്നത്? ഡിജിറ്റൽ എക്കോണമിയിലൂടെയുള്ള ട്രേഡുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഡിജിറ്റൽ എക്കോണമിയാണ് 11%, 12% ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ 2002 കാലഘട്ടങ്ങളിൽ വെറും 2000 മുതൽ 3000 സ്റ്റാർട്ടപ്പുകൾ മാത്രം, ഡിജിറ്റൽ സ്റ്റാർട്ടപ്പുകൾ മാത്രമാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ സ്റ്റാർട്ടപ്പുകൾ 2000 ആണ് ഉണ്ടായിരുന്നത്. 2023 ആയപ്പോഴേക്കും എത്രയാ വന്നത്? അത് 31,000, ഏകദേശം 1500 മടങ്ങാണ് ഇത് ഇൻക്രീസ് ചെയ്തത്. എത്ര മടങ്ങ്? 2014 നിന്ന് 2023 ആയപ്പോഴേക്കും 10 വർഷമായിട്ടുള്ളൂ. എത്രയായി? 1500% ഗ്രോത്ത് ആണ് ഇന്ത്യയിൽ ഉണ്ടായത്. സോ ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ട്. ഇങ്ങനെ കോവിഡ് വന്നിട്ടുണ്ട്. ദെൻ ആൾക്കാർക്ക് പുറത്തു പോയി സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇഷ്ടമല്ലാത്തൊരു രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. സാധാരണക്കാരെയും ഇത് ബാധിക്കുന്നുണ്ട്. ഇപ്പോ നമുക്ക് വീട്ടിലിരുന്ന് ഓർഡർ ചെയ്തിട്ട് വീട്ടിലേക്ക് എത്തും. ഒരുപാട് ചോയ്സുകൾ നമുക്ക് നോക്കാനായിട്ടുണ്ട്. സോ ഇതെല്ലാം ഇങ്ങനെയുള്ള ട്രേഡിനെ ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ള കാരണമായിട്ട് മാറിയിട്ടുണ്ട്. സോ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായല്ലോ. എന്ത്? ഡിജിറ്റൽ ട്രേഡിൽ, ഡിജിറ്റൽ എക്കോണമിയിൽ ഇന്ത്യ വളർന്നു വരികയാണ്. 11% ജി ഡി പിയുടെ ഷെയർ ഉണ്ട്. ഓക്കെ, അപ്പോ അതിന് പ്രോബ്ലംസും ഉണ്ടാവുമല്ലോ. പ്രോബ്ലംസും ഉണ്ടാവും. എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവിടെ ഉണ്ടാകുക? ഇവിടെ കോമ്പറ്റീഷൻസിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരു മോണോപോളി ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ എടുത്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. എന്തിന്റെ കേസാണ്? നമ്മളുടെ ഗൂഗിളിന്റെ കേസാണ്, ആൻഡ്രോയിഡിന്റെ കേസാണ്. ആൻഡ്രോയിഡിന്റെ കേസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആൻഡ്രോയിഡിന്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ 95% യൂസേഴ്സ് ആൻഡ്രോയിഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ മാത്രമല്ല, ലോകത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 70 to 80% ഡിപ്പെൻഡൻസി വരുന്നത് ഈ ആൻഡ്രോയിഡിലൂടെയാണ്. ആൻഡ്രോയിഡ് ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം അതൊരു സോഫ്റ്റ്വെയർ മാത്രമാണ്. നമ്മളെ സംബന്ധിച്ച് എന്താണ്? ആൻഡ്രോയിഡ് ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഉള്ള ഫോണുകൾ വാങ്ങിക്കും. സാംസങ് ഗാലക്സി അല്ലെങ്കിൽ റെഡ്മി ഇങ്ങനെയുള്ള ഫോണുകൾ നമ്മൾ വാങ്ങിക്കും. പക്ഷേ ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ടെക് ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം ആൻഡ്രോയിഡ് എന്താണ്? ആൻഡ്രോയിഡ് ഒരു മാർക്കറ്റ് പ്ലേസ് ആണ്.
ഫോർ എക്സാമ്പിൾ ഞാനൊരു ടെക് ഇൻവെസ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഒരു ടെക്നോളജിയെ റിലൈസ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റർ ആണ്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞാനൊരു ആപ്പ് ഉണ്ടാക്കി. മാത്യു ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ആപ്പ് ഉണ്ടാക്കി. ആപ്പ് ഉണ്ടാക്കിയിട്ട് എനിക്കിത് വിറ്റഴിക്കണമല്ലോ. ഞാൻ എവിടെ കൊണ്ടുപോയിട്ട് ഇട്ട് വെക്കും? ഞാൻ പറവൂർ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വെക്കുമോ, അല്ലെങ്കിൽ പാളയം മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് ഞാൻ വെക്കുമോ? ഇല്ല. ഞാൻ ഇതിന്റെ മാർക്കറ്റ് പ്ലേസ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത് എവിടെയാണ്? ഈ ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയറിനെയാണ്, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ നമ്മളുടെ ആപ്പിളിന്റെ iOS സോഫ്റ്റ്വെയറുകളെയാണ്. സോ ഇങ്ങനെയുള്ള ആപ്പിൾ സ്റ്റോറിലും അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലൊക്കെയാണ് എനിക്കിത് വിൽക്കാൻ പറ്റുക. സോ അവര് മാർക്കറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. സോ അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ആൻഡ്രോയിഡ് പോലെ അല്ലെങ്കിൽ iOS പോലെയുള്ള ആളുകൾ എന്ത് ചെയ്യണം? ഈ കോമ്പറ്റീഷനെ, പോസിറ്റീവായിട്ടുള്ള കോമ്പറ്റീഷനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സാധാരണ ആളുകളെ ഉയർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എൻ്റെ ഒരു ആപ്പ് വിറ്റു. ആപ്പ് വിറ്റുമ്പോൾ ഞാൻ ആൻഡ്രോയിഡിന് കമ്മീഷൻ കൊടുക്കണമല്ലോ. ഞാൻ വിൽക്കുന്ന എൻ്റെ അവിടെ ആപ്പ് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആൻഡ്രോയിഡിന് ഒരു കമ്മീഷൻ കൊടുക്കണം, ഗൂഗിളിന് കമ്മീഷൻ കൊടുക്കണം. ദെൻ ഇതിന് പർച്ചേസ് ചെയ്യുന്നതിന് ഇത്ര ശതമാനം വീണ്ടും ഗൂഗിളിലേക്ക് ഞാൻ കൊടുക്കണം. സോ ഇത്രയും പ്രൈസ് ഗൂഗിളിന് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? എൻ്റെ ഒരു പ്രൊഡക്റ്റ് ആൻഡ്രോയിഡ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലൂടെ എനിക്ക് വിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മനസ്സിലായോ? സോ ഗൂഗിളിനോട് അടുപ്പമുള്ള ചില കമ്പനീസ് പോയിട്ട്, അല്ലെങ്കിൽ ഗൂഗിളിനോട് അടുപ്പമുള്ള ആള് ചെന്നിട്ട് എന്റെ ആപ്പ് കുറഞ്ഞ പൈസയിൽ ഇവിടെ നിങ്ങൾക്ക് വിറ്റ് തരണം എന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗൂഗിളിന് എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്തു കൊടുത്തൂടെ? ചെയ്തു കൊടുക്കാം, അങ്ങനെ ചെയ്തു കൊടുക്കാം. പക്ഷേ അത് എന്താ സംഭവിക്കുക? ബാക്കിയുള്ളവരുടെ കോമ്പറ്റീഷനെ റെഗുലേറ്റ് ചെയ്യില്ലേ? അതായത് എനിക്ക് ഫ്രീ ആയിട്ട് ഒരു മാർക്കറ്റ് പ്രൈസിൽ, അല്ലെങ്കിൽ എന്റെ പ്രൈസിന് എനിക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിനെ ഹിൻഡർ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന്റെ വിലയെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് കുറഞ്ഞ പ്രൈസിൽ ആര് കൊടുക്കുന്നത്? ഗൂഗിള് മറ്റൊരു കമ്പനിക്ക് കൊടുക്കുന്നത്. സോ ഗേറ്റ് കീപ്പേഴ്സ്, ഇങ്ങനെയുള്ള ഗൂഗിൾ പോലെയുള്ള ആൻഡ്രോയിഡ് പോലെയുള്ള സ്ഥാപനങ്ങളാണ് ഗേറ്റ് കീപ്പേഴ്സ് എന്ന് പറയുന്നത്. ഗേറ്റ് കീപ്പേഴ്സ് എന്ത് ചെയ്യണം? കോമ്പറ്റീഷൻസ് റെഗുലേറ്റ് ചെയ്യാനായിട്ട്, പോസിറ്റീവ്ലി റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം എന്നുള്ളതാണ് ഏതിന്റെ വസ്തുത? ഈ ആന്റി ട്രസ്റ്റ് ലോസിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഇവിടെ 2 കേസുകൾ എക്സാമ്പിൾ ആക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് റമ്മിയുടെ, അതായത് റമ്മി സർക്കിൾ എന്ന് പറഞ്ഞ ഒരു സ്റ്റാർട്ടപ്പ്, അതായത് റമ്മി കളിക്കൂ എന്തോ നേടൂ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ കാറ് വാങ്ങിച്ചു, ലോട്ടറി അടിച്ചു, എന്തോ ഫ്ലാറ്റ് വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് നിങ്ങൾ യൂട്യൂബ് എടുക്കുമ്പോഴും പ്ലേ സ്റ്റോർ എടുക്കുമ്പോഴും ഈവൻ ഫേസ്ബുക്ക് എടുക്കുമ്പോഴും എന്റെ പേര് സതീഷ്, ഞാൻ റമ്മി കളിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആഡ് വരാറില്ലേ? അത് ഇവിടെ ഒരു കേസ് ആയിട്ട് വന്നിരിക്കുകയാണ്. കോമ്പറ്റീഷൻ കമ്മീഷന്റെ മുന്നിൽ ഒരു കേസ് ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ ചെയ്യാനായിട്ട് ഇവർക്ക് ഫേവർ ചെയ്ത് കൊടുത്തു, അല്ലെങ്കിൽ ഗൂഗിള് കോമ്പറ്റീഷൻ കമ്മീഷന്റെ റെഗുലേഷൻസ് പാലിക്കാതെ ഫേവർ ചെയ്ത് കൊടുത്തു എന്നുള്ളൊരു രീതിയിലേക്ക് കേസ് കറന്റ് വന്നിരിക്കുകയാണ്. ഓക്കെ, സോ ഈ ഡിജിറ്റൽ ഗേറ്റ് കീപ്പേഴ്സിന്റെ ഇന്റഗ്രിറ്റി ആണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇത് ഗൂഗിളിന് മാത്രമുള്ള പ്രശ്നമൊന്നും അല്ല കേട്ടോ. ലൈക്ക് നമ്മളുടെ ആമസോണിന് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്തു. അത് ആമസോണിലാണ് നോർമൽ സെല്ലേഴ്സ് എന്ത് ചെയ്യുന്നത്? സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യുകയും ആവശ്യമുള്ള കൺസ്യൂമേഴ്സ് ഇതിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യും. ആമസോൺ, ഓക്കെ, ആമസോണിന്റെ എക്സാമ്പിൾ എടുത്തേ. സോ ഞാൻ നമ്മളുടെ സാംസങ് കമ്പനിയുടെ സിഇഒ ആണെന്ന് വിചാരിക്കുക. മാത്യു പോൾ സാംസങ് കമ്പനിയുടെ സിഇഒ ആണ്. ഞാൻ വിചാരിക്കുന്നു എന്റെ പ്രൊഡക്ട്സ് ഈ ആമസോണില് കുറച്ചും കൂടി ആളുകളിലേക്ക് എത്തണം. സോ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ആമസോണിന് കൈക്കൂലി കൊടുത്തു, അല്ലെങ്കിൽ ആമസോണിനോട് പറഞ്ഞു, ഞാൻ എന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ കൂടുതലായിട്ട് ലിസ്റ്റ് ചെയ്യണം, ആളുകളെ കൂടുതലായിട്ട് കാണിക്കണം, അവർ വാങ്ങിച്ചോട്ടെ. ദെൻ ഓരോ കൂടുതൽ പർച്ചേസിനും ഞാൻ നിങ്ങൾക്ക് കൂടുതൽ കമ്മീഷൻ തരാം. ആരോട് പറഞ്ഞു? ആമസോണിന്റെ സിഇഒയോട് പറഞ്ഞു. ആമസോണിന്റെ സിഇഒ എന്ത് ചെയ്തു? കൂടുതൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ പ്രൊഡക്റ്റ് കൂടുതലായിട്ട് ആളുകളിലേക്ക് കാണിച്ചു. ദെൻ ഇവിടെ വേറെ മാർക്കറ്റ് പ്ലേയേഴ്സ് ഉണ്ടല്ലോ. റെഡ്മി ഉണ്ട്, നോക്കിയ ഫോൺ ഉണ്ട്, ദെൻ മൈക്രോമാക്സ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ഫോൺസ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ഫോൺസ് ഉണ്ടല്ലോ. ഇവർക്ക് ഒന്നും ഫേവർ ചെയ്യാണ്ട് നമ്മളുടെ സാംസങ് ഫോണിന്, ഞാൻ സിഇഒ ആയിട്ടുള്ള സാംസങ് ഫോണിന് ഒരു അഡ്വാൻറ്റേജ് ചെയ്തു കൊടുക്കുകയാണ്. സോ അത് കോമ്പറ്റീഷന്, ഈക്വൽ കോമ്പറ്റീഷന് എതിരായിട്ടുള്ള ഒരു പ്രാക്ടീസസ് അല്ലേ? സോ ഇത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മളുടെ ഡിജിറ്റൽ എക്കോണമിയിൽ, ഡിജിറ്റൽ മാർക്കറ്റ് പ്ലേസിൽ സംഭവിക്കാം. സോ അതാണ് ഇദ്ദേഹം പറയുന്നത്, ആന്റി ട്രസ്റ്റ് ലോ റെഗുലേഷൻസ് ആർ പെർട്ടിനന്റ്, ആന്റി ട്രസ്റ്റ് റെഗുലേഷൻസ് ആർ ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ എന്ന് ഇദ്ദേഹം പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ആന്റി ട്രസ്റ്റ് എന്ന് പറഞ്ഞ് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. പേടിക്കേണ്ട, കോമ്പറ്റീഷൻ റിഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ലോസ് ആണ്.
മനസ്സിലായോ? കൃത്യമായിട്ട് മനസ്സിലായോ ആന്റി ട്രസ്റ്റ് ലോസ് എന്താണ്, എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായോ? ദെൻ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഞാൻ പറഞ്ഞു കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ 2003 2002 കോമ്പറ്റീഷൻ ആക്ടില് അണ്ടറിലാണ് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്നാണ് 2003. പക്ഷേ പ്രവർത്തനം തുടങ്ങുന്നത് 2009 മാത്രമാണ്. 2009 ഇതിലൊരു അമെന്റ്മെന്റ് കൂടി വന്നിട്ടുണ്ടായിരുന്നു. ഈ കോമ്പറ്റീഷൻ ആക്ടിൽ ഒരു ചെറിയൊരു അമെന്റ്മെന്റ് വന്ന് ദെൻ അതിനുശേഷമാണ് പൂർണ്ണമായിട്ടും എന്ത് വരുന്നേ, നമ്മളുടെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നിലവിൽ പ്രവർത്തനം ആരംഭിക്കാനായിട്ടുള്ള പ്രശ്നം എന്താണെന്ന് അറിയാമോ? അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു 1986 ഏത് നിയമം ഉണ്ടായിരുന്നേ? മോണോപോളി ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട്, MRTP. ഇത് പ്രകാരം 20 കോടിക്ക് മുകളിലുള്ളവര് എന്താണ്, മോണോപോളിയാണ്. സോ അവരുടെ ട്രേഡിന്, അവർക്ക് കച്ചവടം ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദെൻ 2003 കോമ്പറ്റീഷൻ കമ്മീഷൻ വന്നപ്പോൾ ഇത് ഇലാബറേറ്റ് ചെയ്തു. അപ്പോൾ ഇവർക്ക് 2003 വരെ 20 കോടിയുള്ള ഒരു കച്ചവടക്കാരന്, ടേൺ ഓവർ ഉണ്ടായിരുന്ന ഒരു കച്ചവടക്കാരന് 2003 വരെ എന്തായിരുന്നു പ്രശ്നം? അവർ മോണോപോളി ആയിരുന്നു. സോ അവർക്കുള്ള റെസ്ട്രിക്ഷൻസ് കാരണം അവർക്ക് ഉണ്ടാക്കേണ്ടി ഇടുന്ന ക്യാപിറ്റൽ, അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് ജനറേറ്റ് ചെയ്യപ്പെടാമായിരുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ചില പ്രശ്നങ്ങൾ ഉണ്ടായി. സോ അതിന്റെ മേഖലകളിലേക്കാണ് ഈ ഒരു അമെന്റ്മെന്റ് കുറച്ച് നീണ്ടത്, 2009 വരെ ഇങ്ങനെ ഒരു അമെന്റ്മെന്റ് നീണ്ടത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അത് ഓർത്തില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2003 ഈ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. ഓക്കെ, ഇവരാണ് അപ്പെക്സ് ബോഡി ആയിട്ട് എന്തെങ്കിലും കോമ്പറ്റീഷന് റെഗുലേഷൻ എന്തെങ്കിലും എതിരായിട്ട് ആരെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മളുടെ പേപ്പർ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോകും? കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലേക്ക് പോകും. ഓക്കെ ആണോ? ദെൻ ഇതൊരു 6 മെമ്പർ ബോഡിയാണ്. 5 വർഷത്തെ കാലാവധിയാണ് ഇവർക്കുള്ളത്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം 15 വർഷമായിട്ട് പ്രൊഫഷണൽ എക്സ്പീരിയൻസ് എന്തില്? ഇന്റർനാഷണൽ ട്രേഡില്, അല്ലെങ്കിൽ ഫിനാൻസ്, ലോ, കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളിൽ അല്ലെങ്കിൽ ട്രേഡിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ള 15 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് കോമ്പറ്റീഷൻ കമ്മീഷന്റെ 6 മെമ്പേഴ്സിലേക്ക് നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. സോ 7 മെമ്പറാണ്, 1 ചെയർപേഴ്സൺ ആൻഡ് 6 മെമ്പർ കമ്മിറ്റി. ടോട്ടൽ 7 പേരാണുള്ളത്. അതിൽ ഒരു ചെയർപേഴ്സണും 6 മെമ്പേഴ്സും അടക്കുന്ന കമ്മിറ്റിയാണ്. ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന ഒരു സ്ഥാപനമാണ് ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര വർഷമാണ് ടെന്യൂർ? 5 വർഷമാണ് ഇവരുടെ ടെന്യൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ റെഗുലേറ്റ് ചെയ്യുക, പ്രിവെന്റ് ആന്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസുകളെല്ലാം പ്രിവെന്റ് ചെയ്യുക, അബ്യൂസ് ഉള്ള ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുക, കൺസ്യൂമേഴ്സിന്റെ വെൽഫെയർ എൻഹാൻസ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ഉദ്ദേശ ലക്ഷ്യമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് നിങ്ങൾക്ക് ഇത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേര് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവും. പക്ഷെ ഈ ആന്റി ട്രസ്റ്റ് എന്താണ്, ദെൻ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ചിലപ്പോൾ സാധാരണയായിട്ട് ഒരു സ്റ്റുഡന്റിന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. ഓക്കെ, ഇതെല്ലാം നിങ്ങൾക്ക് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ. അതാണ് ഞാൻ അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് പറയാത്തത്. ഓക്കെ ആണോ? ദെൻ വേറെ എന്താ നമുക്ക് ഇതിൽ പറയാനായിട്ട്? എന്തെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടോ? ഇതെല്ലാം റെഗുലേറ്ററി ഫ്രെയിംവർക്കിന്റെ ഒരു ഔട്ട്ലുക്ക് ആണ്. ദെൻ മാർക്കറ്റ് സ്ക്രൂട്ടണി, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ആന്റി ട്രസ്റ്റ് ലോസ്, ദെൻ വേറെ എന്താണ് ആന്റി ട്രസ്റ്റ് ലോസിന്റെ എക്സാമ്പിൾസ്, എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, മെറ്റ പോലെയുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഗൂഗിള് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഗൂഗിള് 95% ഷെയർസും കൈ അടക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റിന്റെ. സോ അത് ഗേറ്റ് കീപ്പേഴ്സ് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല? ആന്റി മോണോപോളിസ്റ്റിക് പ്രാക്ടീസസ് കണ്ടക്ട് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്താണെന്ന് പഠിച്ചു. മോണോപോളി ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് എന്താണെന്ന് ഞാൻ ബ്രീഫ് ആയിട്ട് പറഞ്ഞു. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു പെൻഡൻസി ഓഫ് കേസസ് ഇൻ ഇന്ത്യ. പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കേസുകൾ കെട്ടിക്കിടക്കുകയാണ്. സോ നമ്മുടെ ഹിന്ദു എഡിറ്റോറിയൽ പേജിന്റെ ഓപ്പൺ എഡിറ്റോറിയൽ പേജുകളൊക്കെ വരുന്ന ഭാഗത്ത് അവസാനമായിട്ട് മിക്ക ദിവസങ്ങളിലും ഒരു സ്റ്റാറ്റിക് പാർട്ടുകൾ ഉണ്ടാവും. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെ അനലൈസ് ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളുടെ ഈ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട ചില സ്റ്റാറ്റിക് പാർട്ടുകൾ, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ചാർട്ടുകളും ഡയഗ്രമുകളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? നമ്മളുടെ പെൻഡൻസി ഓഫ് കേസുകൾ കോടതികളിൽ, കീഴ്ക്കോടതികളിലും സുപ്രീം കോടതികളും ഹൈക്കോടതികളിലും കെട്ടിക്കിടക്കുന്ന കേസുകളെ റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കിപ്പോകാം. എന്താണ് ഒരു പെൻഡൻസി കേസിന്റെ ഒരു ഏകദേശ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ 5 കോടി കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ്.
കീഴ്ക്കോടതികളിലായിട്ടാണെങ്കിലും സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുമായിട്ട് 5 കോടിയോളം കേസുകൾ വിചാരണ പൂർത്തിയാകാണ്ട് കിടക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ജസ്റ്റിസ് ഈസ് ഡിലൈഡ്. ഡിലൈഡ് ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനൈഡ് ജസ്റ്റിസിന് തുല്യമാണ്. നീതി നിഷേധിക്കുന്നതിന് തുല്യമാണ് നീതി വൈകിപ്പിക്കുന്നത്. ഓക്കെ ആണോ? സോ 5 കോടി കേസുകളാണ് ഇന്ത്യയിൽ കിടക്കുന്നത്. മലയാളത്തിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു, നമ്മളുടെ തരുൺമൂർത്തിയുടെ സിനിമയാണെന്ന് തോന്നുന്നു. നമ്മളുടെ ഈ മോഹൻലാലിനെ വെച്ചിട്ടൊരു പടം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഈ അടുത്ത്. പടത്തിന്റെ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി. പഴയ സിനിമയുണ്ട്, എന്താണ് സൗദി വെള്ളക്ക എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പഴയ ഒരു സിനിമ. സോ ആ സിനിമയിൽ ഈ പെൻഡൻസി ഓഫ് കേസസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പെൻഡൻസി ഓഫ് കേസസിനെ കുറിച്ചിട്ടല്ല, ഇതൊരു ഫാമിലി മൂവിയാണ്. പക്ഷെ പ്രധാന ഇതിവൃത്തം എന്ന് പറയുന്നത് നമ്മളുടെ ഈ കേസുകളുടെ പെൻഡൻസിയെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ കേസുകൾ കോടതിയിൽ കെട്ടിക്കിടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഒരു കുട്ടി 5 വയസ്സിലോ 6 വയസ്സിലോ ഉണ്ടായിരുന്നപ്പോൾ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കേസിന് അദ്ദേഹം 31-32 വയസ്സായി കഴിഞ്ഞപ്പോഴാണ് കോടതി വിചാരണയ്ക്ക് പോലും വിളിക്കുന്നത്. ഓക്കെ, സോ അത്രയും 30 വർഷത്തോളം ഉള്ള ഒരു ടൈം ഗ്യാപ്പ് ഈ കേസിൽ വന്നിരിക്കുകയാണ്. സോ അത് ഭയങ്കര പ്രോബ്ലമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എത്ര ആളുകൾക്കാണ് നീതി നിഷേധിക്കപ്പെട്ടിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് എന്നറിയാൻ പറ്റുമോ? നമുക്ക് ഇതിന്റെ ഒരു സ്ട്രക്ചറൽ ഡിഫറൻസിയേഷൻ കൂടി നോക്കാം. അതായത് നമ്മളുടെ സുപ്രീം കോടതിയിൽ ഏകദേശം 1 ലക്ഷത്തോളം കേസുകൾ മാത്രമാണ് പെൻഡിങ് ആയിട്ടുള്ളത്. സുപ്രീം കോടതിയിൽ എത്ര ജഡ്ജിമാരുണ്ട്? ഏകദേശം 32 മുതൽ 35 ജഡ്ജികൾ വരെയാണ് നമ്മുടെ സുപ്രീം കോടതിയിൽ ഇപ്പോൾ അലോട്ടഡ് ആയിട്ടുള്ള ജഡ്ജിമാര്. ദെൻ ഹൈക്കോടതിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏകദേശം ഒരു 60 ലക്ഷം മുതൽ 65 ലക്ഷം വരെ കേസുകൾ കെട്ടിക്കിടപ്പുണ്ട്. ഏറ്റവും കൂടുതൽ കേസുകൾ എവിടെയാണ് കെട്ടിക്കിടക്കുന്നത്? നമ്മളുടെ സിവിൽ കോടതിയിലും അല്ലെങ്കിൽ കീഴ്ക്കോടതികളിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ കെട്ടിക്കിടക്കുന്നത്. ഡിസ്ട്രിക്ട് കോടതിയിലും മുനിസിഫ് കോടതിയിലും അങ്ങനെ ഡിഫറെന്റ് ലെവൽ ഓഫ് കീഴ്ക്കോടതികളിൽ ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതില് കീഴ്ക്കോടതികളുടെ ഡിഫറൻസിയേഷൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് സിവിൽ കേസുകളാണ് ഏറ്റവും കൂടുതൽ കെട്ടിക്കിടക്കുന്നതെന്ന് മനസ്സിലാവും. 5 കോടിയിൽ 4.5 കോടിയോളം കേസുകൾ എവിടെയാണ്? കീഴ്ക്കോടതിയിലാണ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. സോ അത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദെൻ എന്താണ് ഇവിടുത്തെ പ്രശ്നം? നമുക്കൊന്ന് പ്രശ്നം ഐഡന്റിഫൈ ചെയ്യുന്നില്ല. എന്തെങ്കിലും പ്രശ്നം, സ്ട്രക്ചറിന് എന്തെങ്കിലും പ്രശ്നം ഇല്ലാണ്ട് ഇത് ഇങ്ങനെ നിലനിന്ന് പോകില്ലല്ലോ. സോ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുഡീഷ്യൽ വേക്കൻസീസ് ആണ്. എന്താണ് ജുഡീഷ്യൽ വേക്കൻസീസ്? കൃത്യമായിട്ട് ഇത് അനലൈസ് ചെയ്യാനായിട്ട് ജഡ്ജിമാരില്ല. അതായത് ജഡ്ജിമാരുടെ ലഭ്യത കുറവാണ്. എങ്ങനെയാണ്? നമുക്കൊരു കണക്ക് നോക്കാം. ഇന്ത്യയിൽ 10 ലക്ഷം ആളുകൾക്ക് 15 ജഡ്ജിമാര് എന്നാണ് കണക്ക്. 10 ലക്ഷം ആളുകൾക്ക് എത്ര ജഡ്ജിമാരാണ്? 15 ജഡ്ജിമാര് എന്നാണ് കണക്ക്. ദെൻ യു കെനെ കമ്പയർ ചെയ്യാം. നമ്മൾ ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് ചെയ്യുന്ന കൺട്രീസിനെ കമ്പയർ ചെയ്യാറുണ്ടല്ലോ. യു കെയിൽ ഇത് 57-അടുത്താണ് കണക്ക്. ദെൻ നോർവേയെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 110, അതായത് 10 ലക്ഷം ആളുകൾക്ക് വേണ്ടിയിട്ട് 110 ജഡ്ജിമാർ അവിടെയുണ്ട്. അമേരിക്കയെ കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും 100, എനിക്ക് തോന്നുന്നു 57-നും 60-നും ഇടയ്ക്ക് ജഡ്ജിമാരുടെ ഒരു റേഷ്യോ അവിടെയുണ്ട്. സോ ജഡ്ജസിന്റെ റേഷ്യോ ഇന്ത്യയിൽ കുറവാണ്. 15 ആളുകൾ മാത്രമേ 10 ലക്ഷം ആളുകൾക്ക് ഇന്ത്യയിലുള്ളൂ. സോ ദാറ്റ് കേസ് എ ഹ്യൂജ് പ്രോബ്ലം. ഓക്കെ ആണോ? സോ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ജസ്റ്റ് ജുഡീഷ്യൽ വേക്കൻസീസ് ആർ എ ക്രിട്ടിക്കൽ ഫാക്ടർ എന്ന് മാത്രം എഴുതരുത്. അതിനെ ഡാറ്റ വെച്ചിട്ട് നമ്മൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യണം. ബാക്കിയുള്ള കൺട്രീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ജുഡീഷ്യൽ വേക്കൻസിയുടെ റേഷ്യോ എത്രയാണ്? 15:10 lakh അല്ലെങ്കിൽ 15:1 million ആണ്. യു കെയിൽ എത്രയാണ്? യു കെയിൽ 50 ആണ്. പിന്നെ സ്കാൻഡിനേവിയൻ കൺട്രീസ് ഏറ്റവും കൂടുതൽ ജസ്റ്റിസും ഏറ്റവും കൂടുതൽ വെൽഫെയറും കൊടുക്കുന്ന കൺട്രീസ് ആണല്ലോ ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ്. സോ നോർവേയെ നമ്മളൊരു എക്സാമ്പിൾ എടുത്തു. നോർവേയിൽ എത്രയാ വരുന്നത്? 110 ജഡ്ജസ് ഉണ്ട് 10 മില്യൺസിന്. അതായത് 1 ലക്ഷം ആളുകൾക്ക് 11 ജഡ്ജ് എന്നുള്ളതാണ് നോർവേയുടെ ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പറയുന്നത്. ഓക്കെ ആണോ അവിടെ? ദെൻ വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട്? ദെൻ പ്രൊസീജിയറൽ ഡിലേസ് ഉണ്ട്. അതായത് ഒരു കേസ് കൃത്യമായിട്ടൊരു കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മാറ്റി വെക്കപ്പെടുകയാണ്. ജഡ്ജി നമ്മളുടെ വക്കീല് ഹാജരായില്ല, അല്ലെങ്കിൽ പ്രതിഭാഗം ഹാജരായില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്രൊസീജിയറൽ ഡിലേസ് കാരണം മാറ്റി വെക്കുകയാണ്. ദെൻ ഇൻഫ്രാസ്ട്രക്ചറൽ ബോട്ടിൽ നെക്കുകൾ ഉണ്ട്. കോർട്ടുകളുടെ ഫെസിലിറ്റീസ് ഇല്ലായ്മ. ദെൻ കേസുകളുടെ ഒരു കോംപ്ലക്സിറ്റി. ചാർജ് ഷീറ്റ് സമർപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാലും
വീണ്ടും പുനരന്വേഷണത്തിന് ഉത്തരവിടുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വീണ്ടും അപ്പീലുകൾ പോവുക, അങ്ങനെയുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ റിലേറ്റഡ് ആയിട്ടുള്ള ബോട്ടിൽ നെക്കുകൾ ഉണ്ട്. ദെൻ കേസ് റെസൊല്യൂഷൻ, അതായത് കോടതികളിൽ മാത്രമാണോ നമ്മളുടെ കേസുകൾ ഇത് ചെയ്യാൻ പറ്റുക, തീർപ്പാക്കാനായിട്ട് പറ്റുക? കോടതികൾ മാത്രമാണോ കേസുകളെല്ലാം ഒതുക്കി തീർക്കുന്നത്, അല്ലെങ്കിൽ കേസുകളെല്ലാം തീർപ്പ് കൽപ്പിച്ചു വിടുന്നത്? അല്ല. അതിന് സെപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്കൊരു മെക്കാനിസം ഉണ്ട്. ഇപ്പൊ ലോക് അദാലത്തുകളൊക്കെ പോലെ, അതായത് കോടതികൾക്ക് പകരം ഒരു പഞ്ചായത്തിലും അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് അടിസ്ഥാനത്തിൽ നമ്മൾ കോടതിക്ക് സമാനമായിട്ടുള്ള രീതിയിൽ ലോക് അദാലത്തുകൾ നടത്തും. അവിടെ ഈ സിവിൽ കേസുകളുമായി ബന്ധപ്പെട്ട ആളുകൾ വരികയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പറയുകയും അത് പരിഹരിച്ചു പോവുകയും ചെയ്യും. അതിനെ ഒരു പ്രത്യേകമായിട്ടുള്ള പേര് വിളിക്കും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ. സോ നമ്മുടെ സൊല്യൂഷൻ പാർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്താണ്? ഈ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസ് ഇംപ്രൂവ് ചെയ്യണം. ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയേഷൻസ് വഴി അല്ലെങ്കിൽ ചർച്ചകൾ വഴി കോടതികളിലേക്ക് കേസുകൾ എത്താതെ ഇത് ഒത്തുതീർപ്പായി പോകണം. ഓക്കെ, എങ്ങനെയുള്ള കേസുകൾ? ഞാൻ പറഞ്ഞു, സിവിൽ കേസുകളാണ്. സിവിൽ കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ നിയമവുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ, ക്രിമിനൽ കേസുകളല്ല, സിവിൽ നിയമങ്ങൾ. സിവിൽ നിയമങ്ങളിൽ കേസുകളുടെ ഒരു ഡിപ്പെൻഡൻസി കുറയ്ക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ്. ഭൂമി തർക്കം, രണ്ട് അതിർത്തിയുള്ള ആളുകൾ തമ്മിൽ ഭൂമിയുടെ തർക്കം വരികയാണ്. അവിടെ നമുക്ക് മീഡിയേഷൻ വെച്ചുകൂടെ? നേരെ സിവിൽ കോടതിയിലേക്ക് പോയിട്ട് അല്ലെങ്കിൽ മുൻസിഫ് കോടതിയിലേക്ക് പോയിട്ട് നമ്മളൊരു കേസ് ഫയൽ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ വഴിയിട്ട് ഒരു മീഡിയേഷൻ വഴി ഇത് പരിഹരിച്ചു പോകാനായിട്ട് പറ്റും. മനസ്സിലായോ? ഈ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ ക്രിമിനൽ കേസുകളിലേക്ക് വരുമ്പോൾ അത് അധികാരത്തിലിരിക്കുന്നവരുടെ ആളുകളുടെ ഒരു ഫേവറേറ്റിസത്തിന് വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. നമ്മളെന്ന് പറഞ്ഞ ആരാണ്? IAS ഉദ്യോഗസ്ഥർ, നാളത്തെ IASഉം IPSഉം ആകാൻ പോകുന്നവര് ഇങ്ങനെയുള്ള കേസുകളിലേക്ക് പോകണം. ദെൻ വേറൊരു പ്രോബ്ലം കൂടിയുണ്ട്. സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും നിലനിൽക്കുന്ന ഏറ്റവും കൂടുതൽ കേസുകളും സർക്കാർ കൊടുത്ത കേസുകളാണ്. വലിയൊരു പങ്കും ചങ്ക് ഓഫ് ഷെയർസ്മാർ കൊടുത്ത കേസുകളാണ്, സർക്കാർ കൊടുത്ത കേസുകളാണ്. അതായത് സർക്കാരുകൾ പരസ്പരം ഉള്ള കേസുകൾ ഉണ്ടാവും, സർക്കാരും വേറെ ഏതെങ്കിലും കക്ഷികളുമായിട്ടുള്ള കേസുകൾ ഉണ്ടാവും. അതും ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷന്റെ അണ്ടറിലേക്ക് കൊണ്ടുവരണം. മനസ്സിലാവുന്നുണ്ടോ? എന്താണ് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ? ADR എന്ന് പറയും. മീഡിയേഷൻ വഴി. ഇവിടെ പറയുന്നത് നാഷണൽ ലോക് അദാലത്ത് ഹാവ് റിസോൾവ്ഡ് 27.5 crore കേസസ്. 5 വർഷം കൊണ്ട് 28 കോടിയോളം കേസുകൾ നമ്മൾ ഈ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? റിസോൾവ് ചെയ്ത് വിട്ടിട്ടുള്ള കേസുകൾ. സോ കോടതിയിലേക്ക് ഈ കേസുകൾ എത്തുന്നതിന് പകരം 27 കോടി കേസുകൾ കോടതിയിലേക്ക് എത്തിയിരുന്നെങ്കിലുള്ള വസ്തു ഒന്ന് ആലോചിച്ച് നോക്കി. അത് ഇല്ലാതെയാക്കിയിട്ട് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ പ്രകാരം നമ്മൾ എന്ത് ചെയ്തു? കേസുകൾ റിസോൾവ് ചെയ്ത് വിട്ടു. ദെൻ ഡിജിറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോടതികളുടെ പ്രക്രിയകൾ എന്ത് ചെയ്യാൻ? ഡിജിറ്റലൈസ് ചെയ്യുക. ദെൻ അവരുടെ പ്രൊസീജിയേഴ്സ് ഡിജിറ്റലൈസ് ചെയ്യുക. ദെൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കേസുകൾ കുറച്ചും കൂടി സ്പീഡിലാക്കി കൂടെ? ഡെഫിനറ്റ്ലി പറ്റും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ്. ഫൈനൽ വെർഡിക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. ഫൈനൽ വെർഡിക്റ്റിന് എന്തായാലും ഒരു ജഡ്ജി വേണം. കാരണം എന്താണ്? ഒരു ഹ്യൂമനൈസ്ഡ് ടച്ച് അവിടെ വേണം. അതൊരു മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ്. ഒരു ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടച്ച് അവിടെ എന്തായാലും വേണം. സോ വരും കാലഘട്ടങ്ങളിൽ ജഡ്ജിക്ക് റീപ്ലേസ് ചെയ്യാനായിട്ട് എന്ത് പറ്റും? ഈ റോബോട്ടിക് സംവിധാനങ്ങൾ സാധിക്കും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. പക്ഷെ ആദ്യ സ്റ്റേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സിവിൽ നിയമങ്ങൾ അതിന്റെ വസ്തുതകൾ പരിഗണിച്ചുകൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അനലൈസ് ചെയ്തുകൊണ്ട് ജഡ്ജിക്ക് ഒരു അഡ്വൈസറി ആയിട്ട് നിൽക്കാമല്ലോ. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാന്നിധ്യം. ദെൻ ടൈം ലൈനുകൾ സ്ട്രിക്റ്റ് ചെയ്യുക. അതായത് ചാർജ് ഷീറ്റ് സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ കോടതി നടപടികൾ പൂർത്തിയായിരിക്കണം എന്നുള്ളൊരു ടൈം ലൈന് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. അങ്ങനെ ചില ട്രിബ്യൂണൽസ് എന്ന് പറയാൻ പറ്റില്ല, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്ന് പറഞ്ഞൊരു കോഡ് ഉണ്ട്. സോ ആ കോഡില് നമ്മളൊരു ഇൻസോൾവെന്റ് ആയിട്ടുള്ള ഒരാള്
ആ കോഡ് വഴി അവര് പാപ്പര് ഹർജി സമർപ്പിക്കുകയും അവരുടെ സ്വത്തുക്കൾ വീതം വെക്കുവാനായിട്ട് പോയി കഴിഞ്ഞാൽ 180 ദിവസത്തിനുള്ളിൽ ടോട്ടൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തു കൊള്ളണം എന്നൊരു ടൈം ലൈൻ ഉണ്ട്. സോ അങ്ങനെയുള്ള ടൈം ലൈനുകൾ എന്തിലും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ജുഡീഷ്യൽ കേസുകളിലും ക്രിമിനൽ കോടതിയുടെ കേസുകളിലും സിവിൽ കോടതിയുടെ കേസുകളിലും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ദെൻ ട്രിബ്യൂണലുകൾ കുറച്ചും കൂടി കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണം. ദെൻ ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത്. ദെൻ ഡിജിറ്റലൈസേഷൻ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും, എനിക്ക് ഉറപ്പാണ്. ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത്. ദെൻ വേറെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിചാരണ തടവുകാരായിട്ട് ഇന്ത്യയിൽ താമസിക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? ഞെട്ടിപ്പോവും. അതായത് ഇവരെന്ത് കേസിനാണ് ജയിലിൽ കിടക്കുന്നത് എന്ന് ഇവർക്ക് അറിയാനായിട്ട് പാടില്ല. 30 വർഷമായിട്ട് ജയിലിൽ കിടക്കുന്നവർ വരെയുണ്ട്. നിങ്ങളൊരു സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. സൂര്യയുടെ ഒരു സിനിമയുണ്ട്, ജയ് ഭീം എന്ന് പറഞ്ഞിട്ട്. ആ സിനിമയിൽ ഈ വിചാരണ തടവുകാരെ കുറിച്ചിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. സോ വിചാരണ തടവുകാര്, അതായത് ഇവര് ചെറിയ മോഷണക്കുറ്റത്തിനായിരിക്കാം അകത്ത് വന്നിരിക്കുന്നത്. അതായത് 2 വർഷം ശിക്ഷ ലഭിക്കാവുന്ന മോഷണക്കുറ്റത്തിനായിരിക്കും ഇവർ ചിലപ്പോൾ ജയിലിലേക്ക് വന്നിരിക്കുക. പക്ഷേ ഈ വിചാരണ നീണ്ടു പോയിട്ട് അവർ 6 വർഷവും 7 വർഷവുമായിട്ട് എന്ത് ചെയ്യുന്നു? ഈ ജയിലിൽ കിടക്കുന്നവര് ഇന്ത്യയിലുണ്ട്. അവരുടെ ശരിക്കുമുള്ള ശിക്ഷയെക്കാളും 6 or 7 മടങ്ങ് അങ്ങനെ കിടന്ന് മരിച്ചു പോകുന്ന ഒരുപാട് പേരുണ്ട്. മനസ്സിലായി? ഈ വിചാരണ തടവ്. സോ ഇതെല്ലാം എന്താ ചെയ്യുന്നത്? ജസ്റ്റിസിനെ ഡിനൈ ചെയ്യുകയാണ്, അവരുടെ നീതിയെ. എന്താണ് നീതി? ഈ ജസ്റ്റിസിനെ ഡിനൈ ചെയ്യുകയാണ്. എന്താണ് നീതി എന്നുള്ളത് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആർക്കാണ് ഇവിടെ നീതി കൊടുക്കുന്നത് എന്നുള്ളത് ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ മനസ്സിലാക്കുക, ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. ഓക്കെ, നമ്മൾ വൈകിപ്പിക്കുന്ന നീതി എന്താണ്? നീതി നിഷേധിക്കുന്നതിന് തുല്യം തന്നെയാണ്. സോ എങ്ങനെയാണ് നമ്മളിത് ഡീൽ ചെയ്യുക? എന്താണ് പ്രശ്നം? ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രശ്നമുണ്ട്. ദെൻ വേക്കൻസീസിന്റെ വേക്കൻസീസിൽ പ്രശ്നങ്ങളുണ്ട്. 15 പേര് മാത്രമാണ് 10 ലക്ഷം ആളുകൾക്കുള്ളൂ. അതൊരു 50ലേക്കെങ്കിലും നമ്മൾക്ക് എത്തിക്കണം. ചൈനയ്ക്ക് 50നോട് അടുത്തുണ്ട്, 47 or 48 ജഡ്ജിമാരുണ്ട് ചൈനയിൽ. ഓക്കെ, അതിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ എത്തിക്കണം. കാരണം എന്നാൽ മാത്രമേ ഈ കേസുകളുടെ എണ്ണം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കൊരു കേസുകളുടെ പെൻഡൻസി വെക്കാം. നമുക്ക് എത്രയാണെന്ന് അറിയാമോ? ഒരു 60 ലക്ഷം വരെയോ കേസുകൾ, ഒരു 50 ലക്ഷം to 60 ലക്ഷം കേസുകൾ പെൻഡിങ്ങിൽ വെക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ, 5 കോടിയിൽ നിന്ന് 60 ലക്ഷത്തിലേക്ക് നമ്മൾ എത്തണം. ദെൻ 60 ലക്ഷത്തിൽ നിന്ന് വീണ്ടും കുറച്ചൊരു 25-30 ലക്ഷത്തിലേക്ക് പെൻഡിങ് കേസുകളിലേക്ക് കുറയ്ക്കേണ്ട ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യണം. എന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഓൾട്ടർനേറ്റീവ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻസുകൾ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഓക്കെ ആണോ? സോ ഇതാണ് ഈ ഒരു ഡിസ്കഷനിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. എന്ത് സൊല്യൂഷൻ നമ്മൾ കൊടുക്കുന്നു, എന്ത് സൊല്യൂഷനാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം. ഓക്കെ.